എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 2042 ദിവസമാണ് ഇന്നത്തെ ഈ മലയാളം വിഭാഗം പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനായി സൂം പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുള്ള സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ മലയാളം പ്രോഗ്രാം ആരംഭിക്കും. നന്ദി. ഇന്നത്തെ മലയാളം വിഭാഗത്തിൽ നമുക്ക് സേട്ട് സാറിനൊപ്പം എന്നുള്ള പ്രോഗ്രാമാണ്. സേട്ട് സാർ എത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കാണുന്നില്ലല്ലോ. സേട്ട് സാർ എത്തിയിട്ടില്ലേ? ഇല്ലേ? ഞാൻ വിളിച്ചോണ്ടിരിക്കുകയാണ്, കാണുന്നില്ല. നമ്മുടെ ബാക്കി പ്രോഗ്രാമിനെ കുറിച്ച് മനോജ് ഡോക്ടറൊക്കെ എന്നാ പറയാം സാർ എത്തുമ്പോഴേക്കും. അതെ, ഓക്കെ. ഇപ്പൊ ഈ ആഴ്ച മൊത്തത്തിൽ ബിസിയാണ്. കാരണം 6-ാം തീയതി മുതൽ 10-ാം തീയതി വരെ. 6-ാം തീയതി സംഗീത സംവിധാനമായ അർജുൻ മാസ്റ്റർ ചരമദിനം പ്രമാണിച്ച ഒരു പരിപാടിയുണ്ട്. ഈ ബിജു പെരുമ്പഴ ഉദ്ഘാടന പ്രോഗ്രാമാണ്. അതൊരു ഗാനാഞ്ജലി ഉണ്ട്. നല്ല പ്രോഗ്രാം ആയിരിക്കും. പരമാവധി അവർ പങ്കെടുക്കുക. പിന്നെ 7-ാം തീയതി വിവിധ ചികിത്സാ ശാഖകളുടെ ആരോഗ്യ പരിപാലനത്തിൽ റോൾ എന്നതിനെ കുറിച്ച് അലോപ്പതി, ആയുർവേദ, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി അങ്ങനെ 4 സിസ്റ്റങ്ങളുടെ ഡോക്ടർമാർ പങ്കെടുക്കുന്ന ഒരു ചർച്ചയാണ് 7-ാം തീയതി വെച്ചിട്ടുള്ളത്. 8-ാം തീയതി ഹോമിയോപ്പതി എൻ്റെ അനുഭവത്തിൽ എന്നൊരു പരിപാടി വെച്ചിട്ടുണ്ട്. അതിനകത്തും രോഗികൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു. അത് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രമുഖ കാർഡിയോളജിസ്റ്റും വിദ്യാരാജ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിന്റെ മാനേജറുമായ അജയ്കുമാർ സാറാണ്. പിന്നെ 10-ാം തീയതി ഹനുമാൻസ് ഡേ പ്രമാണിച്ച് 2 പ്രോഗ്രാമുണ്ട്. ഒന്ന് ഓഫ്ലൈൻ ആണ്. അത് കേരളകൗമുദിയും IFPHുമായി സംയുക്തമായി നടത്തുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ അന്ന് കേരളകൗമുദി പത്രത്തിൽ നമ്മളൊരു IFPHന്റെ ഒരു സപ്ലിമെന്റ് ഉണ്ട് ട്രിവാൻഡ്രം എഡിഷനിൽ. ഇപ്പോൾ ട്രിവാൻഡ്രം ലോ അക്കാഡമിയിൽ വെച്ചിട്ടാണ് 2 സെഷൻ അവിടെ ഉണ്ട്. ഒന്ന് ഹോമിയോപ്പതി മെഡിസിൻ ഫോർ കോമൺ മാൻ എന്ന ഡോക്ടർ ഹരികുമാർ പ്രസന്റേഷനും, രണ്ടാം ഡോക്ടർ ബിന്ദു ബിആറിന്റെ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് ആൻഡ് ഹോമിയോപ്പതി എന്ന പ്രോബ്ലം ഡോക്ടർ ബിന്ദു ബിആറും പ്രസന്റ് ചെയ്യുന്നു. പിന്നെ ഇത്രയൊക്കെ. അതുകൂടാതെ അന്ന് രാത്രി 9:30 മലയാളം സൂമില് ഡോക്ടർ സാമുൽ ഹരിമാൻ അനുസ്മരണം ഉണ്ട്. അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് PMS ഡെന്റൽ കോളേജിന്റെ ചെയർമാൻ ഡോക്ടർ താഹയാണ്. എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഡോക്ടർ താഹ മെഡിക്കൽ സെന്റർ അബുദാബിയിൽ അവിടെ ഉണ്ട്. ധാരാളം ഹോമിയോ ഡോക്ടർമാർ അവിടെ പങ്കെടുക്കും. അവിടെ ചികിത്സ ഉണ്ട്. രോഗികൾ ഇഷ്ടം പോലെ ഉണ്ട്. വലിയൊരു പ്രസ്ഥാനമാണ്. മാത്രമല്ല PMS ഡെന്റൽ കോളേജിൽ തിരുവനന്തപുരത്ത് ഡെന്റിസ്റ്റിൽ ഹോമിയോപ്പതി OP തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ താഹ സാർ ഉദ്ഘാടനം ചെയ്യുന്നു. അതിന്റെ പ്രഭാഷണം നടത്തുന്നത് ഹോമിയോപ്പതി സ്നേഹി IFPHന്റെ സഹയാത്രികൻ മികച്ച അധ്യാപകനുള്ള അവാർഡ് നേടിയ വ്യക്തിയുമായ ദാസ് പാലേരി സാറാണ്. ഇത്രയുമാണ് സ്പെഷ്യൽ പ്രോഗ്രാമുകൾ മലയാളത്തിലുള്ളത്. കൂടാതെ 9-ാം തീയതി ഒരു പ്രത്യേക പ്രോഗ്രാം ധനേഷ് ഡോക്ടർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചലച്ചിത്ര താരം ശ്രീമതി അഞ്ജു അരവിന്ദ് പങ്കെടുക്കുന്ന പ്രോഗ്രാമാണത്. ഓക്കെ. വളരെ ബൃഹത്തായ പ്രോഗ്രാമുകളാണ് നമ്മുടെ അടുത്ത ആഴ്ച വരുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലീഷിലും നമ്മള് 6-ാം തീയതി മുതൽ പരിപാടി തുടങ്ങുകയാണ്. 6, 7, 8 അങ്ങനെ 8-ലും 9-ലും 2 പ്രധാനപ്പെട്ട ഡിസ്കഷൻ പാനൽ വന്നിരിക്കുകയാണ്. പിന്നെ 10-ാം തീയതി പ്രധാനമായിട്ടും ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലെ ഡോക്ടർ 15, 13 ഡോക്ടർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സെലിബ്രേഷനാണ്. അടുത്ത ആഴ്ച എല്ലാവരും പരമാവധി പങ്കെടുത്ത് ഇതൊരു വിജയമാക്കണം. വിവിധ ചർച്ചകളാണ് പ്രധാനമായിട്ട് ഫ്രം സിമിലിയ ടു ഹോമിയോപ്പതിക് സയൻസ് എന്നുള്ള ഒരു വിഷയത്തിലാണ് ഇംഗ്ലീഷിൽ ചർച്ച 2 ദിവസത്തേക്ക് വെക്കുന്നത്. അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഡേയിൽ ഒരു സ്പെഷ്യൽ പ്രസന്റേഷൻ ഉണ്ട്. അത് ഡോക്ടർ ഗുജറാത്തിൽ നിന്നുള്ള ഡോക്ടറുടെയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇംഗ്ലീഷ് സെഷനിൽ നമ്മൾ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സാറിന് ഞാൻ വിളിച്ചിട്ട് സാർ ഇപ്പോഴും ഫോൺ റെസ്പോണ്ട് ചെയ്യുന്നില്ല. എന്ത് പറ്റിയെന്ന് അറിയില്ല. 24-ാം തീയതി ഒരു പ്രോഗ്രാം ഡോക്ടർ ഗണേഷ് ഡോക്ടറെ. അതായത് പഞ്ചായത്ത് രാജ് ഹോമിയോപ്പതി സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് മേഖലയിലുള്ള ഹോമിയോപ്പതി വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പ്രസന്റേഷൻ ആണ്. ഒരു പക്ഷേ മെഡിക്കൽ ഫീൽഡിലെ ഒരു പ്രസ്ഥാനവും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു ആംഗിളിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്കെല്ലാം അറിയാം. നമ്മുടെ ഒരു 10-40 വർഷത്തോളം മുമ്പ്, 35 വർഷം മുമ്പ് ഹൗസ് സർവീസ് ചെയ്ത സമയത്ത് നമ്മുടെ ഹോമിയോപ്പതി സ്ഥാപനങ്ങളും 2025 ആയപ്പോഴുള്ള എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായെന്നുള്ളത് ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്.
അപ്പോൾ ഇതിനകത്തുള്ള മിക്ക ഡോക്ടർമാരായിട്ട് ഒരു 50-60 ചുറ്റിപ്പറ്റുള്ളതായിരിക്കും. അപ്പോൾ ഞാൻ 35-40 വർഷം മുമ്പായിരിക്കും ഈ സ്ഥാപനം കണ്ടത്. ഇതിന് ഈ മാറ്റത്തിന് കാരണമായ പ്രധാന ഘടകം ചാലകശക്തി എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജാണ്. ഈ പഞ്ചായത്ത് രാജിന്റെ ശരിക്കും പിതൃത്വം അവകാശപ്പെടാൻ കഴിയുന്ന ഏറ്റവും പ്രഗത്ഭനായ വ്യക്തിയാണ് ശ്രീ എസ് എം വിജയാനന്ദ് സാർ. എല്ലാവർക്കും അറിയാവുന്ന പോലെ അദ്ദേഹം കേരള ഗവൺമെന്റ് ചീഫ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തെ പോയി കണ്ടു വിളിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം പങ്കെടുക്കും. അന്നും ഈ പറഞ്ഞ പോലെ പരമാവധി പേർ പങ്കെടുക്കണം. കാരണം ഒരു സീനിയർ IAS ഓഫീസറുടെ പങ്കെടുക്കുന്ന പരിപാടിയാണ്. തീർച്ചയായിട്ടും അവരുടെ ഓരോ വാക്കുകളിലും ഓരോ വാചകങ്ങളിലും നമുക്ക് പഠിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എന്നും ബെൽഡോണയും ബ്രയോണയും പറയാതെ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് ആലോചിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ എടുക്കുന്ന എഫർട്ടെങ്കിലും ദയവ് ചെയ്ത് എല്ലാവരും മനസ്സിലാക്കുക. ഓരോ ദിവസവും ഇങ്ങനെ ഓരോ നിമിഷവും നരേഷ് ഡോക്ടർക്ക് അറിയാം എത്രയെല്ലാം ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ തീ നിന്നാണ് ഈ പരിപാടികളെല്ലാം ഒപ്പിക്കുന്നത്. നമ്മുടെയൊക്കെ വ്യക്തിപരമായ കാര്യങ്ങൾ പലതും മുടങ്ങുന്ന അതിൻ്റെ സമ്മർദ്ദം ഒറ്റത്തുണ്ട്. നിങ്ങളെല്ലാം ചെയ്യേണ്ടത് ദയവ് ചെയ്ത് പങ്കെടുക്കുക, ഇത് വിജയിപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഹലോ ഡോക്ടർ. ഓക്കെ, അടുത്ത ഡോക്ടർ മ്യൂട്ടായി പോയേ. സ്പെഷ്യൽ പ്രോഗ്രാമുകളാണ് അടുത്ത ആഴ്ചയിൽ നടക്കാൻ പോണത്. അപ്പൊ ഈ സ്പെഷ്യൽ പ്രോഗ്രാമുകളിലെല്ലാം പങ്കെടുത്ത് ഈ പ്രോഗ്രാമുകളൊക്കെ വളരെ സ്പെഷ്യൽ ആക്കണമെന്നാണ് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാം മറ്റെന്തെങ്കിലും തിരക്കുണ്ടെങ്കിലും ഈ നമ്മുടെ സൂമിലൊന്ന് കയറി ഓൺ ചെയ്ത് ഇട്ടിരുന്ന് തിരക്കില്ലാത്തവർ കാണുക. തിരക്ക് അഥവാ ഉണ്ടെങ്കിൽ പോലും ഇടയ്ക്കൊക്കെ കാണത്തക്കൊണ്ട് ഒന്ന് ഓൺ ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും വെക്കുക. വരുന്ന ഗസ്റ്റുകൾക്ക് ഒരു ഇൻസ്പിറേഷൻ വേണമെങ്കിൽ പാർട്ടിസിപ്പൻസ് തീരെ കുറയാത്ത രീതിയിൽ ഉണ്ടാവണം. നമ്മൾ വ്യത്യസ്തമായ മേഖലകളിൽ ഉള്ളവരെയാണ് വിളിക്കുന്നത്. നമ്മൾ ഹോമിയോപ്പതിക്കാർ മാത്രം ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകളാണ്. ഇതിന് ഇത്രയും പ്രാധാന്യം ഹോമിയോപ്പതിക്കാരാണ് എല്ലാ വിഷയത്തിലും കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും പങ്കെടുത്ത് ഒരു വിജയമാക്കണം. എല്ലാവരുടെയും സാന്നിധ്യം ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യാം. 9-ാം തീയതി നമ്മളുടെ ഒരു പ്രധാന പരിപാടി ഉദ്ഘാടകയായിട്ട് എത്തുന്നത് ഫിലിം അഭിനേത്രി അഞ്ജു അരവിന്ദാണ്. അതിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ജോസ് ഐസക് സാറാണ്. അതുകൂടാതെ നമ്മുടെ സ്ഥിരം ഫാക്കൽറ്റികളായ ഏകദേശം 11ഓളം പേര് ഹനുമാൻ ഡേയിലെ അവർക്കുള്ള ആശംസകളും അവരുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട്. അത് ഒരു 9-ാം തീയതി പ്രത്യേക പരിപാടിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ 9 അത് മലയാള സെഷനിലാണ്. അപ്പോൾ ഇതെല്ലാം സേട്ട് സാറിന് ജോയിൻ ചെയ്യാൻ കഴിയില്ല, സുഖമില്ലാന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരം. കിട്ടിയല്ലേ? ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു. സാറിന്റെ മകളാണ് ഫോൺ എടുത്തത്, ഇപ്പൊ കിട്ടി. ഓക്കെ. അപ്പൊ എന്തൊരു ചർച്ചയായിട്ടാണ് കൊണ്ടുപോകാം ധനേഷ് ഡോക്ടറെ. ഭദ്രൻ ഡോക്ടറൊക്കെ ഉണ്ടല്ലോ, സനേറ്റ് ഡോക്ടർ, ഭദ്രൻ ഡോക്ടർ ഉണ്ട്. അനുഭവങ്ങൾ പങ്കുവയ്ക്കുക എന്നുള്ള ഒരു പരിപാടിയാക്കാം. അനുഭവങ്ങൾ പങ്കുവെക്കുക. നമ്മള് കഴിഞ്ഞ കുറെ പ്രാവശ്യമായിട്ട് അനുഭവങ്ങൾ പങ്കുവെച്ചപ്പോഴൊക്കെ അതിന് നല്ല വ്യൂവേഴ്സ് കിട്ടിയെന്നുള്ളതാണ്. അതാണ് പ്രോഗ്രാമിൽ അന്ന് ആള് കുറവായിരുന്നു. പക്ഷേ ഒരാഴ്ച കൊണ്ട് തന്നെ ഏകദേശം 900 പേരും 2 ആഴ്ചയായപ്പോഴത്തേക്ക് 1000 മേലെ ആൾക്കാരും അത് കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു നല്ല നമ്മളുടെ ഈ ഡെയിലി ഉള്ള പ്രോഗ്രാമിൽ നിന്നും വ്യത്യസ്തമായിട്ട് അത് കുറച്ച് ഗുണകരമായിട്ട് വന്നു എന്ന് മനസ്സിലാക്കി. അപ്പൊ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഒരിക്കൽ കൂടി പറയുകയാണ്, ഇന്ന് സേട്ട് സാറിനൊപ്പം എന്നുള്ള പ്രോഗ്രാമാണ് നമ്മൾ വെച്ചിരുന്നത്. സേട്ട് സാറിന് നല്ല സുഖമില്ലാത്ത അവസ്ഥയായതുകൊണ്ട് സാറിന് ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ കഴിയുന്നില്ല. അപ്പൊ സീനിയറും ജൂനിയറുമായിട്ടുള്ള എല്ലാ ഡോക്ടർമാരും അവരവരുടെ അനുഭവങ്ങൾ, ഓരോ കേസുകളോ ആ അനുഭവങ്ങൾ കേസുകൾ പങ്കുവയ്ക്കുക. അപ്പോ നമുക്ക് എല്ലാവർക്കും കേൾക്കാം, മനസ്സിലാക്കാം. അപ്പൊ മേളിന്നേ തുടങ്ങാം. ഭദ്രൻ ഡോക്ടർ വീഡിയോ ഒക്കെ ഓണാക്കി ഇരിക്കുകയാണ്. ഭദ്രൻ ഡോക്ടർ ഇപ്പോഴായിരിക്കും വിഷയം കേട്ടത്. എങ്കിലും ഓർക്കുന്ന കേസുകളോ എന്തെങ്കിലും അനുഭവങ്ങളോ ഒക്കെ സാറിന് പറയാം. ഒരു കേസ് പറയാം. ഓക്കെ. ഒരു മാസം മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു കേസാണ് അത്. ഒരു ദിവസം വൈകിട്ട് ഇങ്ങനെ ഒരു പേഷ്യന്റ് മോൻ അമ്മയെ ഡോക്ടറെ എനിക്ക് കേൾക്കാൻ വയ്യാണോ? സൗണ്ട് ഒരിത്തിലൂടെ കുറച്ചുകൂടെ വേണം അല്ലേ? ഞാൻ ഇന്ന് പുതിയൊരു ലാപ്ടോപ്പിലാണ്. ഇനി എന്റെ ലാപ്ടോപ്പിന്റെ കുഴപ്പമാണോന്ന് അറിയത്തില്ല.
ഞാൻ എനിക്ക് അറിയില്ല. വീട്ടിലല്ല. എന്റെ ഫുൾ വോളിയം ആണെന്ന് തോന്നുന്നു. ആണോ? എന്നാ എന്റെ ലാപ്ടോപ്പിന്റെ പ്രശ്നമായിരിക്കും. അല്ല, കുഴപ്പമില്ല ഡോക്ടറെ, കുഴപ്പമില്ല. ഒരല്പം കൂടെ മുമ്പോട്ട് ആ, ഇനി പറഞ്ഞു. പറഞ്ഞോളൂ ഡോക്ടർ. ഒരു ദിവസം വൈകിട്ട് ഇങ്ങനെ ഒരു കേസ്, ഒരു സ്ത്രീ അവരുടെ മോൻ വിളിച്ചോണ്ട് വരികയായിരുന്നു. അവർക്ക് 57 വയസ്സ് പ്രായമുള്ള സ്ത്രീയാണ്. അവർ വളരെ ക്ഷീണിച്ച് വേച്ച് നടക്കുന്നത് എടുത്തോണ്ട് വരുമ്പോഴാണ് കൊണ്ടിരുത്തിയത്. അവർക്ക് സിവിയർ യൂറിനറി ഇൻഫെക്ഷനും നല്ല ശ്വാസം മുട്ടുമായിരുന്നു. ഞാൻ ഒരു ദിവസം മരുന്ന് കൊടുത്തിട്ട് എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് മരുന്ന് തരാൻ നോക്കുള്ളൂ. ഇവർ കുറച്ച് ഉഴപ്പുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തില്ല, ഞാൻ മരുന്ന് തരുള്ളൂ എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നു, റിസൾട്ട് കൊണ്ടുവന്നു. അപ്പോൾ പസൽസ് 80 to 100 ഉണ്ട്, നല്ല ഗംഭീരമായിട്ട്. എന്നിട്ട് പിന്നെ CRP 300 ഉണ്ട്. ടോട്ടൽ കൗണ്ട് 19,900 ഉണ്ട്. ഞാൻ പറഞ്ഞ സിവിയർ ആയിട്ടുള്ള ഇൻഫെക്ഷനാണ്, ബാക്കിയുള്ള സർവത്ര കുഴപ്പങ്ങളും ഉണ്ട്. എനിക്ക് മറ്റന്നാൾ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യണം. ഞാൻ മരുന്നിലാന്ന് പറഞ്ഞ് മരുന്ന് കൊടുത്തു. മരുന്ന് കൊടുത്തിട്ട് തിങ്കളാഴ്ച, ഒരു ശനിയാഴ്ച വന്ന് തിങ്കളാഴ്ച വീണ്ടും ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് വന്നു. ടെസ്റ്റ് ചെയ്യാതെ വന്നു. നമ്മളെ നോക്കില്ല, ടെസ്റ്റ് ചെയ്തിട്ട് മരുന്ന് തരുള്ളൂ എന്ന് പറഞ്ഞു. ചെന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ വന്നു. അത് തിങ്കളാഴ്ച വന്നപ്പോൾ ഒരു തുള്ളിച്ചാടിയാണ് വന്നത്, നല്ല മിടുക്കിയായിട്ടാണ് വന്നത് അവർ. അപ്പോൾ ഞാൻ മരുന്ന് റിസൾട്ട് കിട്ടിയപ്പോൾ ഞാൻ എടുത്തു നോക്കി. ടോട്ടൽ കൗണ്ട് 19,900 ഉണ്ടായിരുന്നത് 6,750 ആയി. CRP 300 ഉണ്ടായിരുന്നത് 19.69. എത്ര ദിവസത്തിന് ശേഷം ഡോക്ടറെ? രണ്ട് ദിവസം. ആ, അപ്പൊ ഇത്രയും വേഗം റിസൾട്ട് കിട്ടി. യൂറിനില് പസൽസ് 4 to 6 ഉള്ളൂ. PSR നേരത്തെ 52, അത് ഇത്തിരി കൂടെ കൂടി 87 ഉണ്ടായിരുന്നു. അത് പേടിക്കണ്ട, കുഴപ്പമില്ല. അതിന് കുറച്ച് മരുന്നുകൾ കഴിച്ച് അടുത്ത് 4 ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ ESR 15 ഉള്ളൂ. പിന്നെ ഞാൻ കൊടുത്ത മരുന്ന് ആഴ്സാൽബ് 30 ആണ് കൊടുത്തത്. ആന്ത്രാസിനെ 1 കൊടുത്തത്. ഏതാ? ആഴ്സാൽബ് 30, ആന്ത്രാസിനെ 1 2 ഡോസ് കൊടുത്തിരുന്നു. ഇത്രേ കൊടുത്തുള്ളൂ മരുന്ന്. വേറെ മരുന്നൊന്നും കൊടുത്തില്ല. പ്ലാസിബോ കൊടുത്തു അവർക്ക് പ്ലീസ് ചെയ്യാൻ വേണ്ടി. ഏത്? പ്ലാസിബോ. PL. അല്ല, അപ്പൊ ഇത് ആഴ്സാബ് 30, അത് എന്താണ് അതിലോട്ട് എത്താൻ കാരണം? ആന്ത്രാക്സിനും അതിന് എനിക്ക് ആഴ്സാൽബിൽ അത്ര വിശ്വാസം ഉണ്ടായിരുന്നു. എനിക്ക് വേറൊരു കേസ്, എൻ്റെ ഒരു ബന്ധു, ഒരു കുട്ടി എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ കഴിഞ്ഞിട്ട് അവർ ആൾ ഇന്ത്യ ടൂർ പോയിട്ട് വന്നപ്പോഴത്തേക്കും വൈറൽ ന്യൂമോണിയ അടിച്ചു. വൈറൽ ന്യൂമോണിയ അറിയാമല്ലോ എന്ന് മാത്രം സിവിയർ ആണെന്നുള്ളത്. അപ്പോൾ ട്രിവാൻഡ്രത്ത് കിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവർ പറഞ്ഞു അടുത്ത ഫ്ലൈറ്റിൽ തന്നെ ഹാർട്ട് ലങ് മെഷീൻ വരുത്തി ഹാർട്ട് അതിലോട്ട് കണക്ട് ചെയ്ത് നോക്കും, ഇപ്പം അല്ലാതെ ശരിയാകില്ല എന്ന് വെച്ച്. എൻ്റെ ഒരു മെഷീൻ്റെ പേര് ഞാൻ പറഞ്ഞു പോയി, എമ്മിൽ തുടങ്ങുന്ന എന്താണ്. അയാൾ ആ മെഷീൻ കൊടുത്ത് 18 ദിവസം അതിൽ കണക്ട് ചെയ്തിരുന്നു. ഹാർട്ട് ലങ് മെഷീനിൽ കണക്ട് ചെയ്താണ് ബ്രീത്ത് ചെയ്ത്. സിവിയർ ഇൻഫെക്ഷൻ കൺട്രോളായി. ഇൻഫെക്ഷൻ കൺട്രോൾ ആയപ്പോഴത്തേക്കും നോക്കിയപ്പോൾ ടോട്ടൽ കൗണ്ട് അവർക്ക് 38,000 ആയിരിക്കും. അപ്പം പറഞ്ഞ് ഓരോ ദിവസം കൂടി 38,000 വരെ ആയി. അത് 4-5 ദിവസം കൊണ്ടാണ് അത്രയും കൂടിയത്. അപ്പോൾ അവർക്ക് അവരുടെ ഈ പെൺകുട്ടിയുടെ സഹോദരൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയന്റെ ഭാര്യ, മോളുടെ ഭർത്താവാണ് പെൺകുട്ടിയുടെ സഹോദരൻ. അപ്പൊ എന്നോട് ചോദിച്ചു, എന്നെ വലിയ ചന്ദൻ വിളിക്കുന്നത് ചോദിച്ചാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ഒക്കുമെന്ന് ചോദിച്ചു. അവർ പറയുന്നത് ഇപ്പം നമുക്ക് സ്റ്റീറോയിഡ്സ് സ്റ്റാർട്ട് ചെയ്തേ ഒക്കുള്ളൂ, അല്ലെങ്കിൽ സ്റ്റീറോയിഡ് സ്റ്റാർട്ട് ചെയ്താൽ പറ്റില്ല. അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിഡ്നി ഫെയിലർ ഉണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞ മരുന്ന് കൊടുക്കാം. എനിക്ക് എപ്പോഴും ഞാൻ നോക്കിയിട്ട് എനിക്ക് തോന്നിയത്, അപ്പോൾ ICUലാണ്, എന്നാലും ഞാൻ കയറി നോക്കിയിട്ട് എനിക്ക് തോന്നി ആഴ്സാൽബാണ് കൊടുക്കേണ്ടതെന്ന് തോന്നി. ആഴ്സാൽബ് 30 കൊടുത്ത് ഞാൻ പറഞ്ഞ ഒരു 2 years കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തു. അപ്പോൾ വൈകുന്നേരം കൊടുത്ത് രാവിലെ ആയപ്പോഴത്തേക്കും 38 ആയിരുന്നു, 39,000 ആയി. പിന്നെയും കൂടിയല്ലോ. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ദിവസം സമയം കിട്ടുന്നതാ, എനിക്ക് ഇപ്പം അര ദിവസമല്ലേ ആയുള്ളൂ. അപ്പം വൈകിട്ട് വീണ്ടും നോക്കിയപ്പോഴത്തേക്കും 37 ആയി. ഞാൻ പറഞ്ഞത് കുറഞ്ഞോളൂ. അതുപോലെ അതും കൊടുത്തിട്ട് ഞാൻ അന്ന് കൊടുത്തിരുന്നത് സ്വർണ്ണം എന്തായിട്ടാണ് കൊടുത്തിരുന്നത്. സ്വർണ്ണം ലൈക്കപ്പൊടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഒരു 9 ദിവസമായപ്പം 14,000 ആയി. 9 അല്ല 7 ദിവസമായപ്പോൾ. അപ്പം അത്രയും വേഗം ആഴ്സാൽബ് കൊണ്ട് കുറഞ്ഞത് എനിക്ക് നല്ല വിശ്വാസമായുള്ള കണ്ണോടത്ത് അങ്ങ് കൊടുത്തതാണ് ആഴ്സാൽബ്. അത് കണക്ക് കൊടുത്ത കേസിൽ എല്ലാം വേഗം കുറഞ്ഞിട്ടുമുണ്ട്. അതൊരു ബ്ലൈൻഡ് പ്രിസ്ക്രിപ്ഷൻ ആയിരിക്കാം. എന്തായാലും അതിന് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്.
ഈ സ്ത്രീ അവര് ഇപ്പം ഇന്നലെ അവരുടെ മകൻ വന്ന് മരുന്ന് വാങ്ങിക്കാൻ വന്നു. ഇപ്പം അന്വേഷണം യാതൊരു കുഴപ്പമില്ലാതെ ഒരു പ്രശ്നമില്ല, അവര് വളരെ ഹാപ്പി ആയിട്ട് നടക്കുന്നുണ്ട്. ആന്ത്രാക്സിനെ എനിക്ക് കൊടുത്ത് ആന്ത്രാക്സിൻ കൊടുത്തിട്ടാണ് CRP കുറഞ്ഞത്. CR CRP 300 ഉണ്ടല്ലോ, നമുക്ക് 5-ന് താഴെ നിൽക്കേണ്ടതല്ലേ. അത് 300 ആയപ്പോഴത്തേക്കും എനിക്ക് അപ്പം അങ്ങനെ അവർ നടന്നു വരുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നി അവർക്ക് ആന്ത്രാക്സിൻ തന്നെ വേണമെന്ന് തോന്നുന്നു. ഇത്രയും സിവിയർ ആയിട്ടുള്ള യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. ഏതായാലും പെട്ടെന്ന് തന്നെ കുറഞ്ഞു മാറി. അതൊരു ബാക്കിയുള്ളവർക്ക് എല്ലാവരും എന്തുസ്യാസം ഉണ്ടായിക്കോട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഈ ഓക്കെ, കേസ് നല്ലൊരു കേസായിരുന്നു. അപ്പോ അത് ഇത് ICU കിടന്ന പേഷ്യന്റിനെ പെട്ടെന്ന് തന്നെ പുറത്തിറക്കാൻ പറ്റിയില്ലേ, അത് വലിയൊരു കാര്യം. അതെ അതെ തീർച്ചയായിട്ടും. അപ്പൊ ഇനി ഭദ്രൻ ഡോക്ടർ വേറൊരു കേസ് ഓർത്ത് വെക്കുമ്പോഴേക്കും നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഡോക്ടറിലേക്ക് പോയിട്ട് വരാം. പലപ്പോഴും ICUയിൽ കിടക്കുന്ന പേഷ്യൻസ് മരിക്കാനുള്ള കാരണം ചികിത്സയുടെ പ്രശ്നമല്ല. അതായത് നോസോകോമിൽ ഇൻഫെക്ഷൻസ് ഇന്ത്യയിൽ 8% ആണ് പറയുന്നത്, അമേരിക്കയിലെ 0.8% ആണ്. പലപ്പോഴും സംഭവിക്കുന്ന ഈ നേഴ്സന്മാർ തന്നെയാണ് പലർക്കും ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റുന്നത്, നേഴ്സിംഗ് അസിസ്റ്റന്റുമാരല്ല. അപ്പൊ ചെലവ് കുറയ്ക്കുന്ന പണിയാണ്. അതോടൊപ്പം തന്നെ ഈ തറ തുടയ്ക്കുന്ന ബക്കറ്റ് വെച്ചാണ് പേഷ്യൻസ് ഉപയോഗിക്കുന്നത്. അപ്പൊ ആ സാധനമായിട്ട് കഴുകുന്നത്. അപ്പൊ ഇതൊക്കെ വളരെ സിമ്പിൾ ആണെങ്കിൽ കൂടി നോസോകോം ഇൻഫെക്ഷൻസ് ഉണ്ടാക്കും. പിന്നെ ആഴ്സനിക് ആൽബിന് എനിക്ക് തോന്നുന്നു കോൺസ്റ്റന്റ് ഹിയറിംഗിന്റെ ഏതോ ഒരാളുടെ ഒരു സർജിക്കൽ വൂണ്ട് വന്നിട്ട് ഹീൽ ചെയ്ത് ആഴ്സനിക് ആൽബത്തിലായിരുന്നല്ല. ഹോമിയോപ്പതിയിലേക്ക് അദ്ദേഹത്തെ പൈനേഴ്സ് ഹോമിയോയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ വളരെ ഗ്രേവ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യാനും ആഴ്സനിക് ആൽബം നല്ല മെഡിസിൻ ആണല്ലോ തീർച്ചയായിട്ടും. ഞാൻ ആഴ്ചാൽ കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ എക്സ്ട്രീം ആപ്പിൾപ്പായിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല വീക്ക്നെസ്സും ഉണ്ട്, പനിയും വിട്ടുവിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്ന് ആഴ്ചാൽപ്പ് കൊടുത്തത്. അതെ, ഓക്കെ ഭദ്രൻ ഡോക്ടറെ, അടുത്തത് നമുക്ക് ജയലളിത ഡോക്ടറിനകത്ത് ഇത് ക്യാമറ ഓൺ ചെയ്തിരുന്നല്ലോ. ജയലളിത ഡോക്ടറെ എനിക്ക് അസൗകര്യം ഉള്ളതുകൊണ്ട് മോഡറേറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഡോക്ടർ ഉണ്ടാവുമല്ലോ. ജയലളിത ഡോക്ടർക്ക് കേസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അനുഭവങ്ങൾ പങ്കുവയ്ക്കുക പ്രോഗ്രാമാണ് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഹോമിയോപ്പതി ചികിത്സയിലുള്ള അനുഭവങ്ങൾ എന്തും പങ്കുവയ്ക്കാം. ഞാൻ ഇപ്പൊ ഒരു കേസ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു സോറിയാസിസ് ആണ്. ഒരു എട്ടില് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ആ കുട്ടിക്ക് ഇങ്ങനെ സോറിയാസിസ് വന്നിട്ട് ഒത്തിരി മെഡിസിൻസ് ഒക്കെ കൊടുത്തിട്ടൊന്നും കുറയണില്ല. അതുകൊണ്ട് എൻ്റെ അടുത്ത് വന്നതാണ്. അപ്പൊ അതല്ല കാണിച്ചത്, കൂടുതൽ PCOD-യുടെ കേസായിരുന്നു. അങ്ങനെ ഞാൻ സ്കാൻ ചെയ്യിച്ചപ്പോൾ PCOD പാറ്റേൺ ഉണ്ട്. യൂട്രസ് ആ ഏജിനനുസരിച്ച് വളർന്നിട്ടും ഇല്ല, വലുതായിട്ടില്ല. അപ്പൊ അന്നേരം ഞാൻ സോറിയാസിന്റെ ആദ്യം നോക്കി. ഞാൻ കൊടുത്തത് ബാഗേജിയുടെ ടിപ്പാ. ബാഗേജ് പറഞ്ഞത് ബൈക്കോ നമ്പർ 20ലേക്ക് ക്രാബ് ആപ്പിൾ ഇട്ടിട്ട് കൊടുത്തു നോക്കാൻ പറഞ്ഞു. അങ്ങനെ അത് കൊടുത്തു. പിന്നെ അതിനുശേഷം അതിക്ക് മുന്നേ കേസ് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് ആ കുട്ടിനെ വേറൊരു ഒരു കുട്ടി കളിയാക്കി തന്നെയല്ല, ആ കുട്ടിനെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് ഇവള് വല്ലാതെ 8ാം ക്ലാസ്സിലല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു അവളെ. അപ്പൊ അന്നേരം ഞാൻ ആദ്യം തുടങ്ങി വെച്ചത് സ്റ്റാഫിസാഗ്രിയ 1 ഒരു ഡോസ് കൊടുത്തിട്ട് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ഭാഗ്യച്ചേട്ടൊന്ന് ആലോചിച്ച് കഴിയുമ്പോൾ ഭാഗ്യച്ചേച്ചി എന്നോട് പറഞ്ഞത് ബൈക്കോ നമ്പർ 20 ക്രാബ് ആപ്പിൾ ഇട്ടിട്ട് ഒന്ന് കൊടുത്തു നോക്കാൻ പറഞ്ഞു. അങ്ങനെ അതും കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കഴുത്തിന്റെ ബാക്കിൽ ഇങ്ങനെ ബ്ലാക്ക് ഡിസ്കളറേഷൻ കാണുന്നുണ്ട്, കണ്ണിന്റെ താഴത്ത് കാണുന്നുണ്ട്. അങ്ങനെ വന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് തൈറോയിഡിനായിരുന്നു. അങ്ങനെ ഞാൻ ഏർലി മോർണിംഗിൽ തൈറോയിഡിനം 3x ഒരു 1 ടാബ് ഡെയിലി കൊടുക്കാൻ പറഞ്ഞു, എഴുന്നേറ്റ് കഴിയുമ്പോൾ തന്നെ. എന്നിട്ട് കുറച്ചു നേരം കിടന്നിട്ട് പിന്നെ എഴുന്നേറ്റ് പോരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും പതുക്കെ അതൊരു ബ്ലാക്ക് ഡിസ്കളറേഷൻ ഒക്കെ കുറഞ്ഞു പിന്നെ ഇങ്ങോട്ട് ക്ലിയർ ആയിട്ട് വരാൻ തുടങ്ങി. ആ ഡിസ്ചാർജ് പോണതൊക്കെ കുറഞ്ഞു. പിന്നെ ഞാൻ എന്നിട്ട് കലൻഡുല ഓയിൽ വാങ്ങിച്ചിട്ട് അത് പുരട്ടാൻ പറഞ്ഞു. അങ്ങനെ അതും പുരട്ടണുണ്ടായിരുന്നു. ഇതും കൊടുത്തു. പിന്നെ അതിന്റെ ജോളി ഡോക്ടറിന്റെ ക്ലാസ് ഇതുമല്ല IAPHൽ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് സെലീനിയം 3x കൊടുത്തു കഴിഞ്ഞാൽ ആ ബ്ലാക്ക് ഡിസ്കളറേഷൻ കുറയുമെന്ന് പറഞ്ഞു. അങ്ങനെ സെലീനിയത്തിന്റെ റിപ്പീറ്റേഷൻ ഞാൻ ചെയ്തില്ലായിരുന്നു. ഒരു ഗുളിക, അത് സെലീനിയം വലിയ ഗുളികയാണത്, അതും 3x തന്നെ. ഒരു ഗുളിക വെച്ചിട്ട് ഒരു 5 ദിവസം ഇടവിട്ട് പതുക്കെ അതും കൊടുത്തു തുടങ്ങി. അപ്പോ എന്ത് പറ്റുന്ന വെച്ചാല് ഈ സോറിയാസിന് കുറേശ്ശെ കുറഞ്ഞു വരാൻ തുടങ്ങി. മെൻസസ് പതുക്കെ റെഗുലർ ആണെന്ന് തുടങ്ങി, എന്നാലും ഇറഗുലർ ആയിട്ട് ഉണ്ടായിരുന്നു.
അപ്പൊ പിറ്റ്യൂട്ടറിനം ഒരു ഡോസ് അതും കൊടുത്തായിരുന്നു. ഒരു 15 ദിവസമൊക്കെ കൂടി കഴിയുമ്പോൾ ഒരു ഡോസ് പിറ്റ്യൂട്ടറിനം കൊടുത്തു. അങ്ങനെ പോകെ പതുക്കെ മെൻസസ് റെഗുലർ ആവാൻ തുടങ്ങി. കറക്റ്റ് ആയിട്ടില്ലെങ്കിലും യൂട്രസ് ക്ലിയർ ആയിട്ട് വരണമല്ലോ. അങ്ങനെ പിറ്റ്യൂട്ടറിനം കൊടുത്തു. പിന്നെ ഇടയ്ക്കൊരു ഫോളിക്കുലിനം 200. ഫോളിക്കുലിനം കൊടുക്കുമ്പോഴും ആ ഓവുലേഷൻ കറക്റ്റ് ആയിട്ട് വരും. ഓവുലേഷൻ കറക്റ്റ് ആയിട്ട് വരണം. ഫോളിക്കുലൻ 200 TDS കൊടുത്തു. പിറ്റ്യൂട്ടറിനം ഇടക്ക് കൊടുത്തു. തൈറോയിഡിനം മോർണിംഗ് കൊടുത്തു. അങ്ങനെ എല്ലാ സിംറ്റംസും ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ആ ബ്ലാക്ക് ഡിസ്കളറേഷൻ ഒക്കെ കാലിലത്തൊക്കെ പതുക്കെ കുറഞ്ഞു. ഇത് ബെറ്റർ ആയിട്ടൊക്കെ വന്നപ്പോ സോറിയാസിസിനും കുറവ് വന്നു. മെൻസസ് റെഗുലർ ആയി തുടങ്ങി. കുട്ടി ഓക്കെ ആയി. സ്റ്റാഫി കൊടുത്തപ്പോഴും ആ മൈൻഡൊക്കെ ഒന്ന് ക്ലിയർ ആയി. നല്ല ഒരു റിസൾട്ട് ആയിരുന്നു അത്. ഇപ്പോഴും അത് മെഡിസിൻസ് കൊടുത്തോണ്ടിരിക്കുകയാണ്. നല്ല റിസൾട്ട് ഉണ്ട്. യൂട്രസിന്റെ വളർച്ച സ്കാൻ ചെയ്ത് നോക്കിയായിരുന്നു അവന്? ഇല്ല ഡോക്ടറെ, 6 മാസം ആവണുള്ളൂ. അപ്പൊ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ചെയ്യാന്ന് ഓർത്തിട്ടാണ്. ആകും എന്ന് എനിക്ക് തോന്നണ. നമ്മളുടെ ഇതിലെ ഒരു 18 വയസ്സ് വരെ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവുമല്ലോ. അത് കഴിഞ്ഞിട്ട് ശരിയായില്ലെങ്കിലല്ലേ അപ്പൊ അത് എന്തായാലും എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ പീരീഡ്സ് കിട്ടില്ലല്ലോ മാം. അപ്പൊ ഇതിപ്പോ ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. ഉണ്ട്. അതായത് ഇത് രണ്ടിനും നല്ല ആക്ഷൻ കിട്ടി. വേറെ ഓയിൽമെന്റോ കാര്യങ്ങളോ ഒന്നും പറ്റാൻ കൊടുത്തിട്ടില്ല. ഫുഡ് ഡയറ്റ് കൺട്രോൾ ചെയ്തിരുന്നു കേട്ടോ. ഡയറ്റ് എല്ലാം നല്ലപോലെ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് അവര് ചെയ്യുന്നുണ്ട്. നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ഇതേ ഓർമ്മയുള്ളൂ. ഓക്കെ. മെൻസസ് ഇറഗുലാരിറ്റീസ് ഉണ്ടായിരുന്നോ നേരത്തെ? ഇല്ല, ഒരു 2 മാസമൊക്കെ കൂടിയിട്ടൊക്കെ വരുള്ളായിരുന്നു. വരുള്ളായിരുന്നു. ഇറഗുലർ ആയിരുന്നു. അപ്പൊ പിറ്റ്യൂട്ടറിനം കൊടുക്കുന്നുണ്ട് ഒരു ഡോസ്. ഒരു 15 ദിവസം കൂടിയിട്ട് ഒരു ഡോസ്. പിന്നെ തൈറോയിഡിന് മോർണിംഗ് ഉണ്ടല്ലോ. അപ്പൊ അതോടുകൂടി പിന്നെ ഫുഡ് കൺട്രോൾ ചെയ്തു. അപ്പൊ ഇത്രയും ചെന്നപ്പോഴത്തേനും ഞാൻ കണ്ടിന്യൂസ് മെഡിസിൻ അങ്ങനെ കൊടുക്കുന്നില്ലല്ലോ. സ്കിന്നിന്റെ നല്ല റിസൾട്ട് ഉണ്ടായി. നല്ല ഇപ്പോഴും നല്ലൊരു കളറൊക്കെ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. അതാ സെലീനിയം ആണ് ആ ബ്ലാക്ക് ഡിസ്കളറേഷന് ബെസ്റ്റ് മെഡിസിൻ ജോളി മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ. അങ്ങനെ കിട്ടിയതാ. എന്തായാലും ഒത്തിരി നല്ല റിസൾട്ട് ഉണ്ട്. ഓക്കെ അമ്മ, താങ്ക് യു. ഓക്കെ ജലത ഡോക്ടറെ. നല്ല ആ കേസ് എല്ലാം പൂർണ്ണമായി യൂട്രസ് ഒക്കെ കറക്റ്റ് ആയിട്ട് മെച്ചുവർ ചെയ്ത് റുഡിമെന്ററി ഒക്കെ മാറി മെച്ചുവർ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു മാം. ഓക്കെ. ഇത് നമ്മളെ ജോളി ഡോക്ടറാണോ? ജോളി ഡോക്ടറാണോ? വീഡിയോ ഒന്ന് ഓണാക്കൂ. അല്ലേ? അടുത്തത് ഇനി ആരാണ് ഒരു കേസ് പ്രസന്റേഷൻ ആയിട്ട് വരുന്നത്? നമ്മുടെ വൈദ്യര് ഡോക്ടർ ഉണ്ടാകുന്നല്ലോ. പോയോ? ജോളി ഡോക്ടർ അല്ലേ? ജോളി അതെ ജയലളിത ഡോക്ടറെ. ജോളി ഡോക്ടർ ഒരു കേസ് ഇത് സേട്ട് സാറിനൊപ്പം എന്നുള്ള പ്രോഗ്രാം ആയത്. സേട്ട് സാറിന് വരെ അസൗകര്യം ആയിപ്പോയി. അതുകൊണ്ട് അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ജോളി ഡോക്ടറുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനല്ല, ജയലളിത ഡോക്ടറിന്റെ കേസിൽ തൈറോയിഡിനും കറക്റ്റ് ആണ്. ന്യൂട്രീഷൻ കേൾക്കാൻ പറ്റേ ന്യൂട്രീഷൻ ലെവലില് ഒരു പക്ഷേ ലൈറ്റ് തൈറോയിഡിനും ഒരു ന്യൂട്രീറ്റീവ് സ്പിയറിൽ ആക്ട് ചെയ്തിട്ടാണ് ആ യൂട്രസ് ഇപ്പൊ ശരിയായി വരും. അത് ഇൻഫന്റൈൽ യൂട്രസ് ആണല്ലോ. അത് വളരെ വളരെ നല്ല കേസ് പ്രസന്റേഷൻ ആണ്. അത് പറയാനാണ് ഞാൻ വിളിച്ചത്. താങ്ക്സ് മാഡം. അത് മാത്രം പോരെ, ജോളി ഡോക്ടർക്ക് ഇഷ്ടം പോലെ. അല്ല, ഇന്ന് തീരെ സുഖമില്ല. അതാണ്, തീരെ വയ്യ. പെയിനാണ്. അതാണ്. താങ്ക് യു. ഇന്ന് റെസ്റ്റ് എടുത്ത് കേസുകളൊക്കെ കേട്ടോളൂ. വയ്യാഞ്ഞിട്ടാണ്. താങ്ക് യു. ശരി. ഓക്കെ. അപ്പൊ ഇനി അടുത്ത കേസ് പ്രസന്റേഷൻ ആരാണ് ചെയ്യുന്നത്? ഡോക്ടർ ആരും വീട്ടിലെ ഞാൻ ഒരു കാര്യം പറയാം. ഒരു പഴയ ആരെങ്കിലും ഉണ്ടെങ്കിലും അതായത് ഇപ്പം പഴയ ബ്രെയിൻ നല്ല നല്ല രീതിക്കുന്ന അവസ്ഥയും ബ്രെയിൻ ഡള്ളായി വരുന്ന അവസ്ഥയുണ്ട്. അപ്പൊ നല്ല രീതിക്കുന്ന അവസ്ഥ പഴയ കാലത്തുള്ള ഓർമ്മകളായിരിക്കും. അപ്പൊ അങ്ങനെ ഒന്നും പറയാം. അതായത് നമ്മൾ ലാക്ടേസിനെ കുറിച്ച് പറഞ്ഞ സ്ലീപ്പിന്റെ അഗ്രവേഷൻ എന്നുള്ള ശരിക്ക് കണ്ട ഒരു കേസുണ്ട്. അത് ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്താണ്. ഒരു കുട്ടി ഇങ്ങനെ കട്ടിൽ കിടപ്പുണ്ട്. അപ്പൊ റൗണ്ട്സിന് പോയി എന്താ CM ഒക്കെ ഉണ്ടല്ലോ. സാറിപ്പോ ഇല്ല, മരിച്ചുപോയി. ശാന്ത സാറ്, ഭദ്രൻ ഡോക്ടർക്ക് അറിയാം. അപ്പോ ഈ പേഷ്യന്റ് ഒന്ന് ഉറങ്ങുന്ന ഒരു വിളി കേൾക്കും. അയ്യോ എന്ന് വിളിക്കും, ചാടി എണീക്കും. ഇതാണ് സംഭവം. അപ്പം ഈ കടപ്പുറത്ത് പറഞ്ഞ തലയിൽ കടയിലെ മണ്ണും ഒക്കെ ഉണ്ട്. അപ്പൊ എന്താണെന്നൊരു പിടിയും കിട്ടില്ല. അപ്പൊ എനിക്ക് പെട്ടെന്ന് സ്ലീപ്പിന്റെ അഗ്രവേഷൻ എന്നാണ് സ്ട്രൈക്ക് ചെയ്ത് അന്നത്തെ കാലത്ത്. എന്തായാലും ലാക്ടേസ് കൊടുത്ത് സംഭവം ക്ലിയർ ആയി. അപ്പൊ അത്രയും ഇപ്പൊ ഈ മെറ്റീരിയൽ മെഡിക്കൽ പ്രൂവിങ്ങിലെ ഓരോ വാക്കുകളുടെ പ്രാധാന്യമാണ്. ഈ കുട്ടി ഈ ഫാനിന്റെ അർത്ഥത്ത് മാറി കിടക്കുകയും ഒന്ന് ഉറങ്ങി പിടിച്ചു വരുമ്പോഴത്തേക്ക് ശ്വാസം മുട്ടും.
അതാണ് നിലവിളിക്കുന്നത്. ഇപ്പൊ വിളി കേട്ടിട്ട് ബാക്കിയുള്ളതൊക്കെ നോക്കുകയാണെന്ന്. ആർക്കും എന്തോ പിടി കിട്ടിയില്ലായിരുന്നു. അപ്പൊ അതൊരു കേസ്. പിന്നെ വേറൊരു കേസ്, അത് ഈ പറഞ്ഞ കുട്ടിക്കാലത്തുള്ള ഓർമ്മയാണ്. അപ്പൊ അച്ഛന് പ്രാക്ടീസ് ഉണ്ടായിരുന്നു, ഞാനിങ്ങനെ മാറി നിൽക്കും, ഇപ്പുറത്തെ മുറി ഇരിക്കും. അപ്പൊ ഒരു കൊച്ചിന് ഭയങ്കരമായിട്ട് ചുമക്കുന്നു. എന്തോ ഞാൻ നോക്കിയപ്പം ഈ ഈ വന്ന കുട്ടിയുടെ രക്ഷകർത്താവ് അച്ഛനോടൊന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. ഇവനിപ്പോ ഈ ഇങ്ങനെ മൂക്ക് പൊത്തി പിടിച്ചോണ്ട് ഭയങ്കര ചുമ തകർക്കുകയാണ്. അപ്പൊ ഇത് കഴിഞ്ഞ് അച്ഛനകത്തുനിന്ന് എന്തോ കൊടുക്കണ്ടേ എന്റെ അടുത്ത് ചോദിച്ചു. ഞാൻ ചോദിച്ചു, ഇപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യും, റൂമൈസ് കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ നമ്മളല്ല ഈ റൂമൈസിന് ഡ്രാഫ്റ്റ് പേർ അഗ്രിവേഷൻ എന്ന് പറയുമല്ലോ. അപ്പൊ നല്ല റിസൾട്ടാണ് കിട്ടിയത്. അപ്പൊ നമ്മൾ ഈ മെറ്റീരിയൽ ശരിക്കും വായിക്കുകയും വായിക്കുന്നത് നമ്മുടെ ഒരു സങ്കല്പത്തിലേക്ക് മനസ്സിലേക്ക് ചെല്ലുകയും ചെയ്തു കഴിഞ്ഞാൽ സംഭവം പുഷ്പമായിട്ട് നടക്കും. ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടും. ഓക്കെ. ഓക്കെ മനോജ് ഡോക്ടറെ. ഇനി ആരാണ് അടുത്ത്? വൈദ്യര് ഡോക്ടർ ഉണ്ടല്ലോ. വൈദ്യര് ഡോക്ടർക്ക് എന്തെങ്കിലും കേസ് പ്രസന്റ് ചെയ്യാനുണ്ടോ? അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇടാം. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം വൈദ്യര് ഡോക്ടറെ. ഭദ്രൻ ഡോക്ടർക്ക് ഇനി ഇഷ്ടം പോലെ പറയാൻ കാണും. ഡോക്ടർ അല്ല ഇല്ലെങ്കിൽ ഭദ്രൻ ഡോക്ടർ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ഗീത സുരേഷ്, നമ്മളെ കൊല്ലത്തെ ഗീത ഡോക്ടർ അല്ലേ? അതെ, ആയിരിക്കണം. അവരെയൊക്കെ ഒന്ന് കോഹോസ്റ്റ്. അല്ല, അൺമ്യൂട്ട് ചെയ്ത ഡോക്ടർ, അൺമ്യൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി. ഗീത ഡോക്ടർക്ക് എബ്രഹാം ഡോക്ടർ സംസാരിക്കുന്നു. സംസാരിക്കാം. ഗീത ഡോക്ടർക്ക് ഏതെങ്കിലും കേസ് പറയാനുണ്ടെങ്കിൽ പറയാം. എബ്രഹാം ഡോക്ടർ ഗീത അൺമ്യൂട്ട് സുരേഷ്, ഡോക്ടറെ. എബ്രഹാം വൈദ്യർ. വൈദ്യര് ഡോക്ടർ അൺമ്യൂട്ട് ചെയ്തല്ലോ. ഇപ്പം ഇവിടെ ശബ്ദ ബഹളം കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ സംസാരിക്കാം. ഓക്കെ ഓക്കെ സൗണ്ട് വിളി. ഓക്കെ. ഇനി ആരാണ്? ഒരു കാര്യം ഞാൻ ഈ ഇടയ്ക്കുള്ള പനിയെ പറ്റി ഞാൻ പറയാം. ഓക്കെ ഭദ്രൻ ഡോക്ടർ. എനിക്ക് ഒരു 1.5 മാസം കൊണ്ടുള്ള പനി എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പല കേസിലും നോക്കുമ്പോൾ പനിയാണില്ല. തെർമോമീറ്റർ അടുത്ത് പിടിച്ച് നോക്കുമ്പോഴത്തേക്കും 99.4 മുതൽ 102 വരെ എത്തുന്നുണ്ട്. ദേഹത്ത് തൊട്ട് നോക്കിയാൽ ചൂട് കാണില്ല. അത് മിക്കപ്പോഴും ഈ പനി ഉള്ളപ്പോഴത്തേക്കും പെട്ടെന്ന് വരുന്ന പനിയാണ്. കുളിരോടുകൂടിയുള്ള പനിയാണ് മിക്കവാറും വരാറുള്ളത്. ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാകും, ടേസ്റ്റ് ഇല്ലാത്തതാണ് കൂടുതൽ വരുന്നത്. ഏതായാലും ഞാൻ ജെൽസിമിൻ കൊടുത്തിട്ടുള്ള മെഡിസിൻ എല്ലാം പിറ്റേ ദിവസം 24 hours ആകുമ്പോൾ പനി മാറും, പിന്നെ വരികയില്ല. റെക്കറൻസി ഉണ്ടാകണമെങ്കിൽ ഞാൻ ചിലപ്പോൾ ആഴ്സാൽബ് ഹെയർ പൊട്ടൻസി കൊടുക്കും, അല്ലെങ്കിൽ പൈറജൻ കൊടുക്കും. ഏതായാലും ജെൽസിമിയതിനാണ് ഇപ്പോൾ ഒരു 1.5 മാസം കൊണ്ടുള്ള പനി എല്ലാം ജെൽസിമിയതിലാണ്. റെസ്റ്റോക്സിന്റെ ചില കേസുകളേ വരുന്നുള്ളൂ. ചില കേസുകൾ ബെല്ലോണ 102 മുകളിലുള്ളതാണെങ്കിൽ CM കൊടുക്കാറുണ്ട്. ആഫ്രിക്കൻ റെപ്പറ്റേഷനും കൂടെയാണ്, ദിവസം 3-4 നേരമൊക്കെ കൊടുക്കും. അത് അങ്ങനെയാണെങ്കിൽ മാത്രമേ കൊടുക്കുള്ളൂ. അല്ലാതെ സാറിന് ബെൽഡോണ ചിലപ്പോൾ 30 സാറിന് കൊടുക്കാറുള്ളത്. എനിക്ക് നല്ല പനിയുള്ള കൊച്ചു പിള്ളേർക്ക് തന്നെ ഫിക്സ് വരുമെന്ന് പേടിയുള്ള കേസിൽ ബെൽഡോണ CM കൊടുക്കാറുണ്ട്. ഒരു തുള്ളി ആഡ് ചെയ്യും, 5 ml ഡ്രോപ്പർ ബോട്ടിൽ, എന്നിട്ട് 5 തുള്ളി തന്നെ കൊടുക്കാൻ പറയും ഇടയ്ക്ക് 3-4 പ്രാവശ്യം. ഇതെല്ലാം അത് മാറുന്നുണ്ട്. പിന്നെ റെക്കറൻസി ഉണ്ടെങ്കിൽ ഞാൻ മിക്കവാറും കൊടുക്കാറില്ല. പൈറജനോ ചില കേസുകളിൽ ആന്ത്രസനം കൊടുക്കേണ്ടി വരികയാണെങ്കിൽ അങ്ങനെ കൊടുക്കാറുണ്ട്. സോറിന് എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട മെഡിസിനാണ്. എസ്പെഷ്യലി സോർ ത്രോട്ട് കൂടെ വരുന്ന കേസുകളിലാണെങ്കിൽ സോറിനും കൊണ്ട് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്, പ്രത്യേകിച്ച് കുളിലുള്ള കേസുകളിൽ. പിന്നെ ചില്ലിയാണെങ്കിൽ അല്ലേ? അതെ അതെ. അത് മാത്രമല്ല, ഈ പലപ്പോഴും ഈ പനിയോടൊപ്പം UTI കൂടെ വരുന്നുണ്ട്. അപ്പം വെള്ളം കുടിക്കാത്ത പിള്ളേരെ ജെൽസും ചിലപ്പോൾ ഞാൻ ആൾട്ടർനേറ്റ് ചെയ്യാൻ എപ്പിസൂടെ കൊടുക്കാറുണ്ട്. എപ്പിസും ബെല്ലും ആൾട്ടർനേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. യൂക്കാലിപ്റ്റസ് ടിഞ്ചർ കൂടെ ചിലപ്പോൾ കൊടുക്കാറുണ്ട്. അതിൽ 2 ദിവസം കൊണ്ട് മാറി കിട്ടുമെന്നുള്ള വേറെ കാര്യം. ഇപ്പൊ ഞാനിപ്പോൾ 2 മാസം കൊണ്ട് ശ്രദ്ധിക്കുന്ന കാര്യമാണത്. വളരെ പെട്ടെന്ന് തന്നെ കുറയുന്നുണ്ട്. അപ്പൊ ഞാനിപ്പം പനിക്ക് ഒരുപാട് കേസെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്തോ ഭാഗ്യം കൊണ്ട് എനിക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല. ഒരു കൈപ്പുണ്യം കൂടെ ഉണ്ട് അതില്. ആയിരിക്കാം, ചിലപ്പോ അനുഗ്രഹം ആയിരിക്കാം. എന്തുകൊണ്ടായാലും അതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് ഞാൻ പിറ്റേ ദിവസം പനി കുറഞ്ഞില്ലെങ്കിൽ ഒന്ന് കാണിക്കണമെന്ന് പറയും. പിറ്റേ ദിവസം മാറി. അത് മാറിയോണ്ട് പിന്നെ അവർ വരേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ വരുമ്പോഴാണ് പറയുന്നത് അത് അന്ന് പിറ്റേന്ന് അങ്ങ് മാറി. ഞാൻ ഇത്രയൊക്കെ നല്ല പനിയുണ്ട്, 102 ഉണ്ട്, നല്ലോണം കുറഞ്ഞില്ലെങ്കിൽ നാളെ അത് കൂടെ നോക്കിയിട്ട് അല്ലെങ്കിൽ മറ്റന്നാൾ ഒന്നുകൂടെ കാണിക്കണം എന്ന് പറയും. അപ്പൊ കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല. അവരൊന്നും വിളിച്ചു പറയും ചിലപ്പം നല്ലോണം പനി കുറഞ്ഞു, ഇനി കാണിക്കണമെന്ന് ചോദിക്കും. വേണ്ട, കുഴപ്പമില്ല. ബെൽഡോണ 1 mm 10 mm കൊടുക്കൂലേ? CM ആണോ കൊടുക്കാറ്?
എനിക്ക് ഫിറ്റ്സ് വരുമെന്ന് സംശയമുള്ള കേസുകളിൽ CM ആണ് കൊടുക്കാറ്. അല്ലാതെ സാധാരണ ഒണ്ണം കൊടുക്കാറുണ്ട്. അല്ലാതെ സാധാരണ ബെല്ലോണം 30 ആണ് കൊടുക്കാറ്. പനി നല്ല ടെമ്പറേച്ചർ ആയിട്ട് വന്നാലോ? അത്തരം ജെൽസിനും 30 ആണ് കേസുകളിൽ കൊടുക്കാറ്. ട്യൂബർക്കുലർ നല്ലതായിരിക്കും. കാരണം ഈ ട്യൂബർക്കുലർ ബാക്ക്ഗ്രൗണ്ട് മയാസം ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും പെബെ കൺവെൻഷൻ ഉണ്ടാവുന്നത്. അതെ 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 HROസിൽ എന്ന് പറയുന്നെന്ന് തോന്നുന്നു. ട്യൂബർക്കുലർ അതെ അതെ. ചില കേസുകളിൽ ട്യൂബക്കിന് കൊടുക്കും, ചിലത് ലൈക്കോപ്പൊടി കൊടുക്കാറുണ്ട്. ഏത് ഫിബ്രൈൽ കൺവൾഷനോ? കൺവെൻഷൻ ഇല്ല, ചില പനിക്ക് കൊടുക്കാറുണ്ടെന്നുള്ളേ ഉള്ളൂ. ഓക്കെ. ഇന്റർമീഡിയറ്റ് ഫീവേഴ്സ് വരുമ്പോൾ ചിലപ്പോൾ കൊടുക്കാറുണ്ട്. ചില സൾഫർ 30 ആണ് കൊടുക്കുന്നത്. ഇന്റർമീഡിയറ്റ് ഡോസ്, ഇത് ഇടക്കാലം ഒരു ഡോസ് എന്നുള്ള നിലയ്ക്ക് കൊടുക്കുന്നത്. ഏതായാലും ജെൽസിമിയം കൊണ്ട് നല്ലൊരു ശതമാനം, ഇപ്പം ഒരു 2-3 മാസം കൊണ്ട് 2 മാസം കൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു 100-ൽ കൂടുതൽ കേസുകൾ ജെൽസിമിയം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ക്യൂർ ആക്കിയിട്ടുണ്ട്. അത് ഇപ്പൊ കഫക്കെട്ടോട് കൂടിയുള്ള പനിയാണെങ്കിലും ജെൽസീമിയം മതിയോ? ജെൽസിമിയം മതിയാവും. ജെൽസിമിയം പിന്നെ ചിലപ്പോൾ എപ്പിക്ക കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ എപ്പിസ് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ ആന്റിഡാർട്ട് കൊടുക്കേണ്ടി വരും. അതായത് അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ആൾട്ടർനേറ്റ് ചെയ്ത് കഴിക്കാൻ പറയും. അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ കഫം കെട്ട് കൂടുതലുള്ളപ്പോൾ യൂക്കാലിപ്റ്റസ് ജിഞ്ചർ കൂടെ കൊടുക്കാറുണ്ട്. ജെൽസീമിയത്തിന്റെ കൂടെ കൊടുക്കാറുണ്ട് യൂക്കാലിപ്റ്റസ് ജിഞ്ചർ. ദേഹവേദനയെ കൊണ്ടേ കൊള്ളാം അല്ലേ? യൂക്കാലിപ്റ്റസ് ജിഞ്ചർ നമ്മൾ ക്രപ്പിറ്റേഷൻസ് ഉള്ള ഇതിൽ, ഞാൻ ക്രപ്പിറ്റേഷൻസ് ഉള്ളതിന് ഒരു കണ്ണടച്ചുള്ള ഒരു പ്രിസ്ക്രിപ്ഷനാണ്. ക്രപ്പിറ്റേഷൻസ് ഉണ്ടെങ്കിൽ ഒന്നാമത്തെ മെഡിസിൻ ഇപ്പിക്കാക്ക്, രണ്ടാമത്തെ എപ്പിസ്മെല്ല്, പിന്നെ ഇന്റർകറന്റ് ഡോസായിട്ട് കൊടുക്കുന്ന ലൈക്കപ്പൊടി വണ്ണം, പിന്നെ യൂക്കാലിപ്റ്റസ് ജിഞ്ചർ കൂടെ കൊടുക്കും. അതുകൊണ്ട് മാറിയിരിക്കും. ഈ മൂക്കൊലിപ്പ് കൂടുതലുണ്ടെങ്കിൽ ജെൽസീമിയം ആണല്ലോ. ഏത് മൂക്കൊലിപ്പോട് ജലദോഷം തുടങ്ങി പനിയായിട്ട് മാറുമ്പോൾ ജെൽസീമിയം. കൊറൈസ സമ്മറിൻ എന്ന് പറഞ്ഞ ഒറ്റ മെഡിസിനെ റെപ്പർട്ടിലുള്ളൂ. എനിക്കൊന്ന് കെഡിലാണെന്ന് തോന്നുന്നു ജെൽസീമിയാണ് പറയുന്നത്. സമ്മർ സീസണിൽ ഉണ്ടാകുന്ന പനിക്ക് ജലദോഷം. കൊറൈസ സമ്മറിൻ എനിക്ക് തോന്നുന്നു ജെൽസീം ഒറ്റ മെഡിസിനുള്ളതെന്ന് റെപ്പർട്ടിൽ. ജെൽസീമിന് മൂക്കൊലിപ്പ് നന്നായിട്ടുണ്ട്. അതെ, മൂക്കൊലിപ്പാണ് കൂടുതൽ. അതെ, മൂക്കൊലിപ്പും ജലദോഷവും പനിയും കൂടെ ആണെങ്കിൽ അല്ല, പനിക്ക് വെള്ളം പെട്ടെന്ന് റിലീഫ് കിട്ടുന്ന ഒരു മെഡിസിനാണത്. പിന്നെ ചിലപ്പോൾ പിന്നെ സഡൻ ഓൺസെറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ സാക്കണോയിറ്റ് ഒന്നും കൊടുത്തിട്ടാണ് തുടങ്ങുന്നത്. നമ്മള് പോലെ മൂക്കിൽ വെള്ളം പോലെ എന്ന് പറയും. എരിച്ചിലൊന്നും കാണില്ല, വെറും വെള്ളം പോലെ വന്നുകൊണ്ടെങ്കിൽ ജലസീമിയം. എരിച്ചിലുണ്ടെങ്കിൽ ആഴ്ചയിൽ കേൾക്കുമ്പോൾ നല്ലതായിരിക്കും. അതങ്ങനെ കൊടുക്കാറുള്ളത്. അതെ, മൂക്കെരിച്ചിൽ എന്ന് പറഞ്ഞു തുടങ്ങും, ആഴ്ചയിൽ കേൾക്കുമ്പോൾ. ഓക്കെ. അപ്പോ അതും വലിയ ഉപകാരമായി. അപ്പൊ ഈ മഴ തുടങ്ങുന്നതിന് മുമ്പ് ചൂട് നിലനിൽക്കുന്ന സമയത്ത് ജലദോഷവും പനിയോടുകൂടി വന്നാൽ തീർച്ചയായിട്ടും ജെൽസീമിയം എല്ലാവരും പരീക്ഷിക്കുക. നല്ലൊരു മെഡിസിനാണ് എന്ന് അനുഭവത്തിൽ എല്ലാവർക്കും നമുക്ക് അത് മനോജ് ഡോക്ടർ പറഞ്ഞ ഒറ്റ മെഡിസിനാണ് സമ്മർ സീസണിൽ വരുന്ന ജലദോഷം പനി എന്ന്. എന്താണ് ഭദ്രൻ ഡോക്ടർ അനുഭവത്തിൽ കൂടെ കണ്ടുപിടിച്ചു. പിന്നെ അത് സ്ഥിരീകരിക്കാൻ വേണ്ടി മനോജ് ഡോക്ടർ റെപ്പർട്ടറിയിലെ റൂബ്രിക്കും പറഞ്ഞു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് പ്രയോഗിക്കാം. അടുത്തത് ഇനി ആരാണ് അനുഭവങ്ങൾ പങ്കുവയ്ക്കുക? അമ്പാടിയമ്മ ഉണ്ടല്ലോ, സംസാരിക്കാമോ? സുഖമുണ്ടോ? ഇന്നലെ വയ്യായിരുന്നു. ഏതെങ്കിലും കേസ് ഉണ്ടെങ്കിൽ പറയാം അമ്പാടിയമ്മയ്ക്ക്. വയ്യേ? സേട്ട് സാറിനൊപ്പം എന്നുള്ള പരിപാടിയായിരുന്നു അമ്പാടിയമ്മേ. സേട്ട് സാറിനൊപ്പം. പക്ഷെ സേട്ട് സാറിനൊന്നും അസൗകര്യമാണ്, സുഖമില്ല. അതുകൊണ്ട് എല്ലാരും അവരവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഓക്കെ, റെസ്റ്റ് എടുത്ത ശേഷം വേണമെങ്കിൽ നോക്കാം. അല്ല, എന്താണ് വയ്യായി അത് പറയണ്ടേ, നമ്മൾ അത് അറിയണ്ടേ. തന്നെ. എന്തൊരു ഡോക്ടറെ എന്താണ് വയ്യാഴിക എന്ന് പറയാം. ഭദ്രൻ ഡോക്ടർ, മനോജ് ഡോക്ടറൊക്കെ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. വന്നതിന് ശേഷം എനിക്ക് ഒന്നും പറ്റണില്ല മനോജ്. കാരണം വെരി ടയേർഡ്. എന്താ പറയുന്നത്, എനിക്ക് അങ്ങോട്ട് ഒന്നും ചെയ്യാൻ തോന്നണില്ല. സോഡിയം കുറഞ്ഞാണല്ലോ ഡോക്ടറെ ഒരു പക്ഷേ. സോഡിയം, പൊട്ടാസ്യം ഇതൊക്കെ കുറവോ കൂടുതലോ ഇതുള്ള ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ കൊള്ളാം. മെന്റലി ഞാൻ എന്താ പറയാ, പിന്നെ പറയാം മനോജിനോട്. ജെൽസീമിയം കഴിക്കും ഡോക്ടറെ തൽക്കാലം. ജെൽസീമിയം കഴിക്കാനേ ഞാൻ പറയുകയാണെങ്കിൽ
ഞാൻ ഫോസ്ഫറസ് ആണ്, പക്ഷെ ആ. ഫോസ്ഫറസിന്റെ ഇതാണ് എനിക്ക് എല്ലാത്തിലും കിട്ടുന്നത്. പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല. ഇന്ന് കഴിക്കാം. ഫോസ്ഫറസിന് പൊതുവെ വിശപ്പ് അസുഖങ്ങളുണ്ടോ നല്ല വിശപ്പ് വേണം. ഫോസ്ഫറസിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ അസുഖം ഉണ്ടാകുന്നതിന് അല്ല, എനിക്ക് ഈ അമ്പാടി സോഡിയം പറയുന്ന എല്ലാവരോടും അങ്ങോട്ട് ചെന്ന് ഓടിച്ചാടി നടന്ന് സംസാരിച്ച് ആ, കൂട്ടാവും. അതാണ് ഞാൻ ഫോസ്ഫറസ് ആണെന്ന് പറയുന്നത്. അല്ല, അതെ പിന്നെ അല്ല, പ്രകാശ് സാർ എപ്പോഴും എൻ്റെ അടുത്ത് പറയും, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറയും, ഞാൻ എല്ലാവരും മോളെ അങ്ങനെ ആ വിധത്തിലല്ലേ. അതുപോലെ തന്നെ അന്നാണെങ്കിലും 20 വയസ്സേ ഉള്ളെങ്കിലും എനിക്കിങ്ങനെ തൊട്ട് വർത്താനം പറയാൻ എനിക്ക് പേടിയൊന്നും എനിക്കൊരു, കാരണം ഞാൻ ഒത്തിരി ബ്രദേഴ്സിൻ്റെ കൂടെ വളർന്നതാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് ആ ഒരു ഇതില്ലായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറയും പ്രകാശ് സാർ, എടോ താൻ ഫോസ്ഫറസ് ഇല്ലാതെ എന്താണോ? അപ്പം ഞാൻ പറയും, സാർ ഞാൻ തടിച്ചൂരുണ്ട് കൽക്കരിയേക്കാൾ പോലെയല്ലേ ഇരിക്കണേന്ന് ചോദിക്കും. അത് പറയും, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അല്ല പറയുന്നത്, തൻ്റെ സ്വഭാവം താൻ ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് പറയുമായിരുന്നു എന്നോട്. പക്ഷേ എനിക്കത് 2-3 പ്രാവശ്യം ഓരോ ഇത് വന്നപ്പോഴൊക്കെ എനിക്ക് ഒറ്റ ഡോസ് ഫോസ്ഫറസ് കഴിക്കുമ്പോൾ മാറാറുണ്ട്. ഇന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു ഒരു ഡോസ് ഫോസ്ഫറസ് വണ്ണം ഒന്ന് കഴിക്കണം. ഇപ്പം എനിക്ക് മെൻ്റലിയാണ് ഞാൻ ഡിപ്രസ്ഡ് ആയിരിക്കുന്നത്. അപ്പോൾ ഫോസ്ഫറസ് വണ്ണം കഴിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതും എനിക്ക് കഴിക്കാൻ തോന്നണില്ല സത്യം പറഞ്ഞാൽ. ആസിഡ് ഫോസ് കഴിക്കും ഡോക്ടറെ. എന്തോ ആസിഡ് ഫോസ് കഴിച്ചാൽ എങ്ങനെയാണെങ്കില ഫോസ്ഫോറിക് ആസിഡ് ആസിഡ് ഫോസ് അല്ലേ? ഏത് പൊട്ടൻസി കഴിക്കണം മനോജ്? ഒരെണ്ണം കഴിക്കും ഡോക്ടറെ. വണ്ണം കഴിക്കാം, ഒറ്റ ഡോസ് കഴിക്കാം അല്ലേ? അതെ അതെ. ആ, ഓക്കെ മോനെ, ഞാൻ പിന്നെ സംസാരിക്കാം കേട്ടോ മോളെ. ഓക്കെ ഷൈന, ഓക്കെ ഓക്കെ അമ്പാടിയമ്മേ, റെസ്റ്റ് എടുത്തോളൂ. അല്ലെങ്കിൽ വിളിച്ച് ഇവരോടെയൊക്കെ ചോദിച്ചാൽ മതി മെഡിസിൻ എന്താണ്, ഞാനും വിളിക്കാം. ഓക്കെ. അടുത്തത് ജോളി ഡോക്ടർ എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? വീഡിയോ ഒക്കെ ഓണാക്കി ഇരിക്കുകയാണല്ലോ. അൺമ്യൂട്ട് ചെയ്യാൻ ഡോക്ടറെ, അൺമ്യൂട്ട് ചെയ്തേ. റെഡ് മൈക്ക് സിമ്പലിലൊന്ന് നല്ലപോലെ പ്രസ് ചെയ്താൽ മതി. അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇട്ടിട്ടുണ്ട് ജോളി ഡോക്ടർക്ക്. ഹരികുമാർ ഡോക്ടറുണ്ട്, ഹരികുമാർ ഡോക്ടർക്ക് സംസാരിക്കാം. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഹരികുമാർ ഡോക്ടർ ഉണ്ടോ? ജയലളിത ഡോക്ടർക്ക് ഇനി ഏതെങ്കിലും കേസ് ഉണ്ടോ? എനിക്കിപ്പോ ഓർമ്മയില്ല ഡോക്ടറെ. ഉണ്ട്, ഒത്തിരി കേസുകളൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പൊ ആലോചിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം കിട്ടുമ്പോ. ഓക്കെ, ഞാൻ അപ്പോഴേക്കും ആർക്ക് വേണമെങ്കിലും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇടാം. എന്തെങ്കിലും കേസുകൾ പറയാൻ ഉദ്ദേശിക്കുന്നവർ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മതി. ഷീല ഡോക്ടർ എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഷീല ഡോക്ടറെ, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ആ ഡോക്ടറെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇപ്പം ആഴ്സാൽവിന്റെ കാര്യം പറഞ്ഞപ്പം ഒരു കേസ്, എന്റെ തന്നെ കേസ് പറയാം, അതായിരിക്കും കുറച്ചും കൂടെ കൂടുതൽ നല്ലത്. എനിക്ക് ഒരു പ്രാവശ്യം വൈറൽ ഫീവർ വന്നിട്ട്, ശരിക്കും ഞാൻ പൊതുവേ തന്നെ അലോപ്പതി കഴിക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്. മാക്സിമം കഴിക്കത്തില്ല, ഹോമിയോ തന്നെയാണ് കഴിക്കാറ്. അപ്പം പനി അങ്ങ് 103 ഡിഗ്രിയൊക്കെ കഴിഞ്ഞു, കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ എല്ലാരും ഭയങ്കര ഷിവറിങ്ങും, ബ്ലാങ്കറ്റ് 2 ഇട്ടിട്ട് പോലും എനിക്ക് അത്രയും ഭയങ്കര തണുപ്പും ഒക്കെ ആയിട്ട് നല്ല ഹൈ റൈസ് ഓഫ് ടെമ്പറേച്ചറും കിടപ്പാണ് ശരിക്കും. അപ്പൊ ഞാൻ നമ്മുടെ മരുന്ന് തന്നെയാണ് കഴിക്കുന്നത്. ബെൽഡോണ കഴിച്ചു, റെസ്റ്റോക്സ്, ബോഡി പെയിൻ ഒക്കെ ഉണ്ട്, റെസ്റ്റോക്സ് കഴിച്ചു. പക്ഷെ ഞാൻ ഇങ്ങനെ ചൂടുവെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അവസാനം, അപ്പൊ എല്ലാരും പറഞ്ഞു വേണ്ട, ഇങ്ങനെ ഇത് ശരിയാവത്തില്ല, ഹോസ്പിറ്റലിൽ എന്തായാലും കൊണ്ടുപോയേ പറ്റത്തുള്ളൂ, വളരെ നിർബന്ധിക്കുവാണ്. അപ്പൊ ഞാൻ ഒരു ഡോസ് ആഴ്സാൽവ് 200 ഒറ്റ ഡോസ് കഴിച്ച്. അപ്പം കഴിച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന്, നമ്മൾ പാരസെറ്റമോൾ കഴിക്കുമ്പോൾ എങ്ങനെയാണോ വിയർക്കുന്നത് അതുപോലെ ആഴ്സാൽവ് 200 ഒറ്റ ഡോസ് കഴിച്ചിട്ട് ഒരു 3 മിനിറ്റ്സിനകം ഞാൻ നന്നായിട്ട് വിയർത്ത് എൻ്റെ പനിയും ഏകദേശം നോർമലിലോട്ട് വന്ന്. ഒറ്റ ഡോസേ കഴിച്ചോളൂ. പക്ഷെ എനിക്ക് വന്ന ആ ഒരു സിംറ്റം എനിക്ക് തോന്നാൻ കാരണം, ഞാൻ ചൂടുവെള്ളമായിരുന്നു ഇടയ്ക്ക് ഇങ്ങനെ കുടിക്കാൻ എനിക്ക് ടെൻഡൻസി. അത് ശരിക്കും എനിക്ക് ആഴ്സാൽവിന്റെ വളരെ സഡൻ ആക്ഷൻ ആയിരുന്നു. അത് വളരെ ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് എൻ്റെ അനുഭവം തന്നെയാണ് പറഞ്ഞത് ഞാൻ. പിന്നെ അതുപോലെ വേറൊരു കേസ്,
ഒരു പേഷ്യന്റ് എപ്പോഴും തലവേദന ഇങ്ങനെ ഹെഡേക്ക് പെടലി ഇങ്ങനെ വേദനിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കുറേ മരുന്ന് എൻ്റെ ഒരു സീനിയർ ഡോക്ടറും കൊടുത്തിരുന്ന മരുന്ന്. പക്ഷെ എന്നിട്ടൊന്നും അതങ്ങോട്ട് കുറഞ്ഞില്ല. പല മരുന്നുകളും ട്രൈ ചെയ്തൊന്നും കുറയുന്നേ ഇല്ല. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഇരുന്നപ്പം അത് എനിക്ക് അറിയാവുന്ന ഒരു പേഷ്യൻ്റാണ്. അപ്പോൾ ഒരു ദിവസം വീട്ടിൽ വന്ന് ഇന്നിപ്പം ഞാനിപ്പം ശ്രദ്ധിക്കുന്നുണ്ട് ഈ പേഷ്യൻ്റ്, അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ കംപ്ലയിൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം ഒരു തവണ ഒന്നും പറയുന്നില്ല. പെട്ടെന്ന് ഞാനിങ്ങനെ ചോദിച്ചപ്പം എങ്ങനെയുണ്ട് ഇപ്പം പെയിൻ, പെടലിയുടെ ആ വേദന എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അയ്യോ എനിക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ആ സിംറ്റം സ്ട്രൈക്ക് ചെയ്തത് അഗ്രിവേഷൻ വെൻ തിങ്കിങ് ഓഫ് ദ കംപ്ലൈന്റ്. അത് വെച്ചിട്ട് ഞാൻ ഒരു ഡോസ് കാൽക്കേരിയ ഫോഴ്സ് ആണ് കൊടുത്തത്. നമുക്ക് ഓക്സാലിക് ആസിഡും ഉണ്ട്, പക്ഷെ കാൽക്കേരിയ ഫോഴ്സ് ഒറ്റ ഡോസ് കൊടുത്തപ്പോഴത്തേക്ക് അവരുടെ ആ വേദന പിന്നെ അവർക്ക് വന്നിട്ടേ ഇല്ല, അത് മാറി. അപ്പൊ ഇങ്ങനെ 2 കേസ് എൻ്റെ ഓർമ്മയിലുള്ളത് ഞാൻ പറഞ്ഞേ ഉള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ ഷീല ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഞാനും എൻ്റെ തന്നെ ഒരു ഈ അടുത്തിടെ വന്ന ഒരു പ്രോബ്ലം ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും കുറച്ച് കുറവുണ്ട്. നിങ്ങളും എല്ലാവരും ശ്രദ്ധിച്ച എനിക്ക് പറയാനുള്ളത് ഒരു 45-45നകം നമുക്ക് ഈ പല്ലിന് പ്രശ്നം, ഒരു 40 വയസ്സ് കഴിയുമ്പോൾ ഈ കടവായിലുള്ള പല്ലിന് മിക്കവാറും എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോഴൊക്കെ അത്ര നമുക്ക് ചിലപ്പോൾ തിരക്കിലൊക്കെ ആയിട്ട് നമ്മൾ ഓടിപ്പോയി പല്ല് എടുത്തു കളയുന്ന ഒരു ഇതാണ് കാണുന്നത്. അപ്പൊ ആ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു 50-നും 60-നും ഇടയ്ക്ക് വെച്ചുള്ള ഒരു പ്രായത്തിൽ എല്ലാവർക്കും പല്ലിന് പ്രശ്നം വരും. അപ്പൊ ഇപ്പൊ എനിക്ക് ഒരു പല്ലിന് ഞാൻ എന്തോ ഒരു കട്ടിയുള്ള സാധനം കടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഒരു പല്ല് ഭയങ്കര വേദനയായിരുന്നു. അങ്ങനെ പിന്നെ രാത്രി പകലൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും കഴിച്ച് കുട്ടിയൊക്കെ പോകും, രാത്രി കിടക്കുമ്പോഴാണ് വേദന വരുന്നത്. പിന്നെ ഇപ്പൊ ഷീല ഡോക്ടർ പറഞ്ഞ കണക്ക് ആ വേദനയെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ചിലപ്പോൾ വേദന വരും. അത് ശ്രദ്ധിച്ചില്ലേ അത്ര കുഴപ്പമില്ല. അപ്പോഴേ അങ്ങനെ ഞാൻ പിന്നെ അവസാനം എന്തായാലും നീ എന്താണ് പ്രശ്നമെന്നുള്ളത് കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയപ്പോഴത്തേക്ക് അവര് അപ്പൊ തട്ടി ഇങ്ങനെ എല്ലാ പല്ലിലും തട്ടി നോക്കിയപ്പോഴത്തേക്ക് പല്ലിനൊന്നും വലിയ പ്രശ്നങ്ങൾ, തട്ടുമ്പോൾ പ്രശ്നമൊന്നുമില്ല, സെൻസിറ്റീവ് അല്ല. പിന്നെ അങ്ങനെ എന്ത് ചെയ്തു, അപ്പൊ എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഒരു പല്ലിന് ഉള്ളില് കുറച്ച് ഈ കാരീസ് ഓഫ് ടീത്ത് വന്നിട്ടുണ്ട്. പക്ഷെ ആ ഡോക്ടർ ആ പ്രോബ്ലം ഉണ്ടെന്ന് പറയുന്ന പല്ലിനല്ല എനിക്ക് വേദന അനുഭവപ്പെടുന്നത്, അതിന്റെ ഇപ്പുറത്തെ പല്ലിനാണ് വേദനയായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഡോക്ടർ പറഞ്ഞ ആ പല്ല് കുറച്ച് കൂടുതൽ ഉള്ളുകൊണ്ട്, പക്ഷെ പുറമേ കാണുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നില്ല. ആ പല്ല് മിക്കവാറും എടുത്ത് കളഞ്ഞു വെക്കുള്ളൂ ഡോക്ടറെ, റൂട്ട് കനാൽ ചെയ്യേണ്ട സമയം കഴിഞ്ഞു പോയി, മിക്കവാറും എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞേ ഡോക്ടറെ എനിക്ക് ആ പല്ലിനല്ല വേദന തോന്നുന്നത്, ഇപ്പുറത്തെ പല്ലിനാണ്. അതുകൊണ്ട് ഞാൻ ഇനി ഒരു കാര്യം ചെയ്യാം, ചിലപ്പം രണ്ടും എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ നമ്മളെ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, നിവൃത്തിയില്ലാത്ത സ്റ്റേജ് വന്നാൽ ഞാൻ ഇനി വരാമെന്നും പറഞ്ഞ് ദന്ത ഡോക്ടറെ അടുത്തുനിന്ന് ഇനി പോന്നു. അപ്പൊ എന്റെ വേദന എങ്ങനെയെങ്കിലും കുറയണമല്ലോ എന്ന് കരുതി ഞാൻ കുറേ മരുന്നുകൾ ഇങ്ങനെ പല്ലിന്റെ റൂബ്രിക്കുകളൊക്കെ വായിച്ചു നോക്കി. അപ്പൊ ഈ കാരീസ് ഓഫ് ടീത്തിനും എന്താണ് പല്ല് സെൻസിറ്റീവ്, ഈ 2 പ്രശ്നങ്ങൾ, ചൂടും തട്ടാൻ പറ്റൂല, തണുപ്പും തട്ടാൻ പറ്റൂല. അപ്പൊ കാരീസ് ഓഫ് ടീത്തിന് ചില മരുന്നുകളൊക്കെ ഞാൻ കഴിച്ചെങ്കിലും കഴിക്കാത്തത് ബോറാക്സ് എന്നുള്ള മരുന്നാണ്. കാരീസ് ഓഫ് ടീത്തിന് നല്ല എന്താണ് ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുത്തിരിക്കുന്നത് ബോറാക്സ് ഉണ്ട്, ആസിഡ് ഫ്ലൂറും ഉണ്ട്, കുറേ മരുന്നുകളുണ്ട്. അപ്പൊ അതിൽ ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ലാത്തത് ബോറാക്സാണ്. പിന്നെ അതുപോലെ പിന്നെ ടീത്ത് സെൻസിറ്റീവ് എന്നുള്ളതിലും ആസിഡ് ഫ്ലൂറും ഉണ്ട്. അപ്പൊ ഞാൻ ഈ ആസിഡ് ഫ്ലൂറ് കഴിച്ചു, ബോറാക്സും കഴിച്ചു, ക്രിയോസോട്ടും ഒക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും ബോറാക്സ് അങ്ങനെ കഴിച്ചിട്ടില്ല. ക്രിയോസോട്ട് ഞാൻ കഴിച്ചു നോക്കി, അത്ര വലിയ വ്യത്യാസമില്ല. എന്തായാലും ഈ ബോറാക്സും ആസിഡ് ഫ്ലൂറും ഒക്കെ ഞാൻ കഴിച്ചു. പെയിന് അവസാനം പൾസാറ്റിലെയും കഴിച്ചു. ഇപ്പൊ എന്തായാലും ഒരു 2 വീക്സ് ആയി പല്ല് എടുക്കാൻ പോകത്തൊക്കെയുള്ള ഭയങ്കര വേദനയായിരുന്നു എനിക്ക്. ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ തന്നെ വലിയ പാടായിരുന്നു. രാത്രിയാകുമ്പോഴാണ് വേദന തുടങ്ങുന്നത്. മെർക്സോൾ 1 ഇതിൻ്റെ ഇടയ്ക്ക് കഴിച്ചു. എന്തായാലും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പൊ എനിക്ക് എടുക്കത്തക്കൊണ്ടുള്ള വേദന ഇല്ല, കുറഞ്ഞു വന്നു, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ എടുത്തിട്ടില്ല. ഇനി വലിയ വേദന എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ പല്ല് എടുക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ എനിക്കൊരു എന്താണ് നിങ്ങളോട് ആ ഒരു കാര്യം പ്രിക്കോഷൻ എടുക്കാനുള്ളത്, ഇത്തിരി പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ആസിഡ് ഫ്ലൂറ്, ബോറാക്സ് എന്നൊക്കെ ഉള്ളത് 30 പൊട്ടൻസി എങ്കിലും ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ എല്ലാവരും ഒന്ന് കഴിക്കണം. അപ്പോൾ പല്ലിനൊന്നും വലിയ പ്രശ്നങ്ങളും ഉണ്ടാവത്തില്ല. ടീത്ത് സെൻസിറ്റീവ്
ക്യാരീസ് ഓഫ് ടീത്ത് ഒക്കെ വരാതിരിക്കാൻ വേണ്ടി ഈ കുറച്ച് മെഡിസിൻസ് പറയുന്നുണ്ട്. നമ്മളത് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പല്ലിന് വലിയ കുഴപ്പം വരില്ല. ആരും ഓടിപ്പോയി എടുക്കുകയും വേണ്ട. ചെറിയ പ്രശ്നങ്ങളുള്ളപ്പോഴേ ഇതൊക്കെ കഴിച്ചു നോക്കുക. അതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. അപ്പം ഞാൻ അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഞാൻ ഇതൊക്കെയാണ് കഴിച്ചത്. അടുത്തത് ഇനി ഒരു ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ, ആരാണെന്ന് അറിയാൻ വയ്യ. ഈ പേരില്ലാത്തത് കൊണ്ട് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. ഞാനാണ് ജോൾ ഡോക്ടറാണ്. ജോളി ഡോക്ടറാ? ഓക്കെ, ജോളി ഡോക്ടറെ എന്റെ സംസാരിച്ചു. പേരിടക്ക് വരാറ്. ഞാനേ കുഴപ്പമില്ല. ഞാനത് ഇപ്പൊ മാഡം നമ്മുടെ ശൈലാജി മാഡം പറഞ്ഞതുപോലെ ഈ ടെറിഡിയോൺ എന്ന് പറഞ്ഞ മെഡിസിൻ റൂട്ട് കനാൽ ചെയ്യാനുള്ള വിധത്തിൽ ഡെന്തൽ പൾപ്പ് പഴുത്ത് കഴിഞ്ഞാൽ റൂട്ട് കനാൽ ചെയ്യണ്ട. ടെറിഡിയോൺ ആണ് മരുന്ന്. അത് നമ്മുടെ മദൻ സാറ് പറഞ്ഞതാണ്. അപ്പോൾ ആ സമയത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു പല്ല് റൂട്ട് കനാൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വേദന. മുൻവരിയിലെ പല്ലാണ്, ഫ്രണ്ട്. അപ്പം ഞാൻ അടുത്ത ആഴ്ച വന്നിട്ട് റൂട്ട് കനാൽ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം അപ്പോഴാണ് സാറ് പറഞ്ഞത് ടെറിഡിയോൺ ഡെന്തൽ പൾപ്പിൻ്റെ ഇൻഫ്ലമേഷൻ ഇത്രയും നല്ലൊരു മരുന്ന് വേറെ ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ ടെറിഡിയോൺ 2 നേരം വെച്ച് കഴിച്ചു. അതിനുശേഷം എനിക്ക് വേദന ഉണ്ടായിരുന്നില്ല ശൈലാജി മാഡം. അപ്പോൾ എന്നാലും ഒരു ബുക്ക് ചെയ്ത സമയത്ത് ഞാൻ പോയി. ഡെന്റിസ്റ്റ് നമ്മുടെ അത്ര അടുത്തൊരു കുട്ടിയാണ്. പോയിട്ട് അവിടെ ചെന്ന് ഡ്രില്ല് ചെയ്യാൻ നോക്കുമ്പോൾ ഡോക്ടർ ചോദിച്ചു, അല്ല ഈ പല്ല് എക്സ്റേ എടുക്കുമ്പോൾ നല്ല ഇൻഫെക്ഷൻ ആയിരുന്നല്ല, ഇപ്പൊ ഡ്രില്ല് കംപ്ലീറ്റ് ഉണങ്ങി അടഞ്ഞല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഡ്രില്ല് ചെയ്യണ്ട, ഞാൻ മരുന്ന് കഴിച്ചിട്ടുണ്ട്, ഹോമിയോ മരുന്ന്. ആ കുട്ടി അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ചെറിയ ഒരു മകളുടെ തുല്യമുള്ള കുട്ടിയാണ്, മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ. ഞാൻ പറഞ്ഞേ, ഡോക്ടർ പറഞ്ഞു വണ്ടറാണ്, കഴിഞ്ഞ എക്സ്റേയിൽ പൾപ്പ് ഇൻഫെക്ഷൻ ആണ്, ഇപ്പൊ അത് അടഞ്ഞു പോയി, പൾപ്പ് കംപ്ലീറ്റ് ഇൻഫെക്ഷൻ മാറി രണ്ടാമത്തെ എക്സ്റേയിൽ. അപ്പൊ അതാണ് ടെറിഡിയോൺ മറക്കരുത്. അതുപോലെ ശൈലാജി മാഡം പറഞ്ഞ പോലെ ഇടക്കിടക്ക് നമുക്ക് ബോറാക്സ എല്ലാം കഴിച്ച് നമ്മളുടെ പല്ലിനെ സംരക്ഷിക്കാം. രോഗികളുടെ പല്ലുകളെ സംരക്ഷിക്കണം. രോഗികളുടെ പല്ലും ഇടക്കിടക്ക് നോക്കണം. എന്ത് രോഗമായിട്ട് വന്നാലും പല്ലുകൾ എക്സാം ചെയ്യണം, ടങ് എക്സാം ചെയ്യണം. ഇന്നൊരു പേഷ്യൻ്റ് ഇന്നലെ വന്നപ്പോൾ ടങ് കംപ്ലീറ്റ് ക്രാക്കാണ്. അപ്പം ഞാൻ ചോദിച്ചു, ക്രാക്കായിട്ടത് ഇതെങ്ങനെ ഇരിക്കുകയാണ്, B12 ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. B12 നോക്കുമ്പോൾ വളരെ വളരെ കുറവാണ്. B12 200 താഴെയാണ്. ഇപ്പം നാളെ B12 അതാണ് രോഗിയുടെ പല്ല്, നാവ്, ഇതൊക്കെ ചെക്ക് ചെയ്ത അതെല്ലാം നമ്മളോട് ഓരോ കാര്യങ്ങൾ പറയുന്നതാണ് ശൈലാജി മാഡം. അതുകൊണ്ട് വളരെ സന്തോഷം. പിന്നത്തെ ഒരു റെയർ റെമഡി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചതവിന് നമ്മൾ ആർണിക്ക കൊടുക്കും, കലണ്ടുല കൊടുക്കും, എല്ല് ചതഞ്ഞാൽ സിംഫൈറ്റം കൊടുക്കും. പക്ഷേ വെർബീന എന്ന് പറഞ്ഞ നമ്മളുടെ മരുന്ന് ബോറിക്കലുണ്ട്, വെർബീന പ്രൊമോട്ട്സ് ദ അബ്സോർപ്ഷൻ ഓഫ് ബ്ലഡ് ആൻഡ് അല്ലൈ പെയിൻ ഇൻ ബ്രൂയിസ്. ചതവിലെന്ന് രക്തം കട്ട പിടിച്ച് നിന്നാൽ സർജന്മാരത് കീറി ആ ബ്ലഡ് കളയും. നമ്മൾ ഒരിക്കലും കത്തി വെക്കണ്ട, ഗ്യാരണ്ടിയാണ്. വെർബീന ടിഞ്ചർ, ആർണിക്ക എക്സ്റ്റേണലി പഞ്ഞിയിൽ മുക്കി വെക്കാം. എൻ്റെ മദറിൻ്റെ കാര്യം തന്നെയാണ്. ആള് പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് നടക്കാൻ. ഒരു ദിവസം തലയടിച്ച് ബാത്റൂമിൽ വീണ്, ആരും ശ്രദ്ധിക്കാതെ. അപ്പം പൈപ്പുമ്മേ കൊണ്ടിട്ട് കണ്ണ് വരെ റെഡായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഒരു 2 ആഴ്ച മരുന്ന് കഴിച്ചിട്ട് നമുക്ക് ഇത് കീറിക്കളയാന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ വെർബീനയാണ് കൊടുത്തത്. ഞാനൊരു സെമിനാറിലായിരുന്നു. ഞാൻ പറഞ്ഞത് വെർബീനയും കൊണ്ടാണ് പോണത്. ഈ വെർബീന ഞാൻ എൻ്റെ അമ്മേനെ നോക്കിയിട്ടല്ല, അതൊരു രോഗിയാണെന്ന് ഓർത്തിട്ടാണ് ഞാൻ കൊണ്ടുപോകണേന്ന് പറഞ്ഞ് വെർബീന തൃശ്ശൂരിൽ നിന്ന് വാങ്ങിച്ച് എറണാകുളത്ത് പോയിട്ട് അവിടുത്തെ അറ്റൻഡറിന് വീട്ടിലെ സർവനോട് പറഞ്ഞ് ഇത് ഡെയിലി ഒരു 10 drops 3 നേരം ആർണിക്ക് എക്സ്റ്റേണൽ ഇടണം, സിംഫൈറ്റ് ഇടണം. കാരണം എല്ല് നെറ്റിയല്ലേ, മസിലില്ല, എല്ല് ചതഞ്ഞു പോയി. അപ്പോൾ എൻ്റെ ഫാദറിന് അത്രക്ക് വിശ്വാസം പോരാ. 2 weeks കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ്, നീ വന്നിട്ട് സർജനെ കാണിക്കണത് കീറണം. ഞാൻ പറഞ്ഞ, അച്ഛാ അത് പകുതി ആയിട്ടുണ്ട്, കീറണ്ട. കീറണം, സർജനാണ് പറഞ്ഞേക്കണത്. ആളൊന്നും വിട്ട് നോക്കണമൊന്നുമില്ല കേട്ടോ നെറ്റിമ്മൽ. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ എന്നാ കീറാം. അവിടെ കൊണ്ടുപോയി സർജന്റെ ടേബിളിൽ കിടത്തി. സർജൻ എന്താ പറഞ്ഞെന്നറിയോ, ഇത്രയും വണ്ടറായിട്ട് ഇത് എങ്ങനെയാണ് മാറിയത്? സർജറിയുടെ ആവശ്യമേ ഇല്ല, പൊയ്ക്കോളൂ,
കുറച്ചു കാലം കഴിഞ്ഞാൽ ശരിയായിക്കോളും, തന്നെ ശരിയാക്കിക്കോളും. ഞാനൊന്നും പറയാൻ പോയില്ല. പക്ഷേ വെർബീന ഒരിക്കലും മറക്കരുത്. നമ്മൾ ആർണിക്ക എല്ലാം നമുക്കറിയാം, പക്ഷേ വെർബീന ഈ ബ്ലഡ് അബ്സോർബ് ചെയ്യണ മെഡിസിനാണ്. ആ ചതവിലെന്ന് അബ്സോർബ് ചെയ്യണ മെഡിസിനാണ്. അപ്പൊ അതുപോലെ തന്നെ ഒരാളുടെ കാലിന്റെ പുറകിലോ ലേഡിയുടെ പുറകിൽ ബൈക്ക് വന്ന് ഇടിച്ച്, അപ്പോ സർജറി വേണമെന്ന് ദയലി പറഞ്ഞു. അപ്പൊ ഇവർക്ക് നല്ലോണം ഷുഗറാണ്. ഞാൻ പറഞ്ഞ നിങ്ങളെ സർജറി ചെയ്യണ്ട, ശരിക്കും ഒരു നാളികേരത്തിന്റെ വലിപ്പമുണ്ട് കാഫ് മസിലിന്റെ മേലെ ഇടിച്ചേക്കണം. ഞാൻ പറഞ്ഞ കാഫ് മസിൽ ആയതുകൊണ്ട് തന്നെ ബോണിന് അത്ര ചതവുണ്ടാവില്ല. അതിന് ബെർബീന ഉള്ളിൽ കൊടുത്തിട്ട് ആർണിക്ക് അവിടെ സിംഫൈറ്റമാണ് കൊടുത്തത് കേട്ടോ. സിംഫൈറ്റം 3x, കാരണം ബോണിന്റെ ഏത് ചതവും സിംഫൈറ്റം പിടിക്കും. സിംഫൈറ്റവും വെർബീന ബ്ലഡ് ക്ലോട്ട്. അവര് ഒരു മാസം കഴിഞ്ഞപ്പോൾ നടന്ന് ഇവിടെ വന്നു. അപ്പോൾ നമുക്കങ്ങനെ കുറെ ടിപ്പിക്കൽ മെഡിസിൻസ് ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ കൊടുക്കാം, അതിലെല്ലാത്തിലും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം കേട്ടോ. ചതവൊക്കെ അല്ല കൂടുതലാവും. ജോളി ഡോക്ടറെ, ഇത് എക്സ്റ്റേണൽ പ്രശ്നം കൊണ്ട് വരുന്നതല്ലേ, അതിന് നമ്മൾ ചിലപ്പോ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കണ്ട. അല്ല നമുക്ക് മാഡം, എക്സ്റ്റേണൽ ആണ് വന്നെങ്കിലേ അത് പഴുക്കാതിരിക്കുക, അത് പ്രശ്നം വഷളാവാതിരിക്കുക, അതാണ് അതിനൊക്കെ നമ്മളൊരു മെഡിസിൻ കൊടുത്തിരിക്കണം. അത് തീർച്ചയായിട്ടും. അതിന് കോൺസ്റ്റിറ്റ്യൂഷൻ അതാണ്. കാര്യമായിട്ട് നോക്കണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. അതെ, അല്ല ഞാൻ ചെറിയ പറഞ്ഞത് എന്താ, ഉണ്ടൊക്കെ ആണെങ്കിൽ നമ്മളെ ഊണ്ടാണെങ്കിലേ അത് പഴുക്കാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ ആ പേഷ്യന്റിനെ നോക്കി ഒരു ചെറിയ മരുന്ന് കൊടുക്കണം. ആർണിക്കൊക്കെ കൊടുക്കുക, അതാണ് ഇതെല്ലാം എക്സ്റ്റേണലും ഇന്റേണലും ആർണിക്ക വെർബീനൊക്കെ കൊടുത്താലും ഒരു ഡോസ്, ഞാൻ വേറെ ഒന്നുമല്ല, ഒരു ഡോസ് വേണമെങ്കിൽ സ്ട്രെപ്റ്റോക്കോക്കെ കൊടുക്കാം. അതാണ്, അത്ര പോയാൽ മതി. അല്ലെങ്കിൽ സ്റ്റഫൈലോക്കോക്കെയാണ് ഏറ്റവും നല്ലത്. സ്റ്റഫൈലോക്കൊക്കെ 200 ഡോസ് കൊടുക്കണം. അപ്പൊ ബോഡി അതിനെ കൂടുതൽ പ്രശ്നം ആവാണ്ട് നോക്കും. പൈറോജൻ ഒറ്റ സിംഗിൾ ഡോസും കൂടി കൊടുക്കണം. അതാണ് അതിന്റെ ഒരു ടെക്നിക്ക്. അപ്പൊ വെർബീൻ എല്ലാം കൊടുത്താലും ബോഡി സജ്ജമാവണ്ടേ, അപ്പൊ ആ പഴുപ്പം വരാതിരിക്കാൻ. അപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾ സ്റ്റഫൈലോ, സ്കിന്നിന്റെ ഏത് എക്സ്റ്റേണലും സ്റ്റഫൈലോ, അല്ലെങ്കിൽ ഒരു ഡോസ് പൈറോജൻ അതും കൂടി കൊടുത്തിട്ട് ആർണിക്ക. വെർബീന എത്ര കറക്റ്റ് ആയിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത് പ്രൊമോട്ട്. ഞാനത് വേറൊരു കാര്യത്തിന് വായിച്ചു നോക്കിയപ്പോ കിട്ടിയതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞു. തെറിഡിയോൺ മറക്കരുത്. നമ്മൾ ഒരു പേഷ്യന്റിന് റൂട്ട് കനാൽ കൊടുക്കരുത്. നിശ്ചയിച്ചിരിക്കുന്നവരെല്ലാം എല്ലാം ഞാൻ അത് ഗ്യാരണ്ടിയാണ്. ഞാൻ അവരുടെ മെഡിക്കൽ കോളേജിലത്തെ ടേബിളും ആ ചെയറിൽ ഇരുന്നിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എഴുന്നേറ്റ് താങ്ക്സ്. പല്ലിന് കേടുവരാതിരിക്കാൻ വേണ്ടി ഒരു പ്രിക്കോഷൻ ആയിട്ട് എല്ലാരും ആസിഡ് ഫ്ലൂർ, ബോറാക്സ് ഇതൊക്കെ കഴിക്കണം എന്റെ ഒരു റിക്വസ്റ്റ്. അതെ മാഡം, ഞങ്ങളതൊക്കെ വളരെ സന്തോഷപൂർവ്വം അത് സ്വീകരിച്ചിരിക്കുന്നു. വളരെ നല്ല ഒരു സജഷൻ. താങ്ക് യു മാഡം. താങ്ക് യു. ഓക്കെ ജോളി ഡോക്ടറെ, വളരെ സന്തോഷം. അടുത്ത് ബിനോയ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ജോൾ ഡോക്ടർ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഇപ്പൊ ഒരു മെഡിസിന്റെ കാര്യം പറഞ്ഞു, ആ മെഡിസിന്റെ പൊട്ടൻസി ഏതാണ് ഡോക്ടറെ? വെർബീന ക്യൂ ആണോ? വെർബീന ടിഞ്ചർ തന്നെ കൊടുക്കണം. വെർബീന ടിഞ്ചർ തന്നെ കൊടുക്കണം. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു കേസാണ്. നമ്മുടെ പല്ല് നെടുകെ പൊട്ടുന്ന കേസ്. അപ്പോൾ നമ്മുടെ പല്ല് നമ്മളെന്തെങ്കിലും ചിരട്ടയുടെ പൂളോ അങ്ങനെ എന്തെങ്കിലും കടിച്ച് നെടുകെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? അത് കാൽസ്യം ഡെപ്പോസിറ്റ് അതിൽ കുറഞ്ഞിട്ട് മെഡിസിൻ പറയുന്നുണ്ട് കേട്ടോ. ഞാനത് പറഞ്ഞോ മാഡം, പറഞ്ഞോ. നെടുകെ പൊട്ടുന്നതിന് ഇപ്പൊ പൊട്ടിപ്പോയതാവാം, അല്ലെ ഓട്ടോമാറ്റിക്കലി പൊട്ടുന്നതാവാം. അതിന് മെഡിസിൻ കൃത്യമായി ഞാൻ നോക്കിയ റെപ്പർട്ടറിയിലുണ്ട്. ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഞാൻ ഒരു മെഡിസിൻ കണ്ടു നടുവേ പൊട്ടുന്നതായിട്ട്. പക്ഷെ ആ മെഡിസിന്റെ ഞാൻ കഴിച്ചിട്ടില്ല, കൊടുത്തില്ല, മെഡിസിൻ കൊടുത്തില്ല. സിഫിലിനത്തിൽ പറയുന്നുണ്ട് പല്ല് നെടുകെ പൊട്ടുന്ന മെഡിസിൻ പറയുന്നുണ്ട്. ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട് പറഞ്ഞു, അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, ഒരു കേസ് പറയാം. അപ്പോൾ ഇതൊരു 25 years ഓൾഡ് ആണ്. അപ്പോൾ എറണാകുളത്താണ്. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ സെന്ററിലാണ് കേസ്. അപ്പോൾ അവിടെ എല്ലാവർക്കും ചിക്കൻ ബോക്സ് ആണ്. ചിക്കൻ ബോക്സ് പറന്ന് പിടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഇൻസ്ട്രക്ടർ, പുള്ളിക്ക് ഞാൻ ഇതിനു മുമ്പ് ഹോമിയോ മെഡിസിൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, കാക്ടസ് കൊടുത്തൊരു കേസായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ ചിക്കൻ ബോക്സിന് എന്തെങ്കിലും പ്രിവെൻറ്റീവ് ഓപ്ഷൻ ഉണ്ടോ? അപ്പോൾ ഞാൻ അതിനൊരു പ്രിവെൻറ്റീവ് കൊടുത്തു. ഈ 32 year old ആണ്. പിന്നെ ഒരു സ്റ്റാഫിന് കൂടി കൊടുത്തു, ഒരു വുമൺ സ്റ്റാഫ് 22 year old. അപ്പോൾ ഞാൻ വരിയോളിനുമാണ് കൊടുത്തത്.
ഈ രണ്ട് ആ സ്റ്റാഫിനൊഴിച്ച് ആ ഞാൻ ഈ പ്രിവെന്റീവായിട്ട് ഈ വരികളിന് കൊടുത്ത 2 സ്റ്റാഫിനൊഴിച്ച് അവിടെയുള്ള എല്ലാ സ്റ്റാഫിനും ഈ ചിക്കൻ ബോക്സ് വന്നു. പക്ഷേ ഇത് കൊടുത്ത 2 പേർക്ക് വന്നില്ല. അവരുടെ ക്ലാസ്സിലുള്ളവർക്കും സ്റ്റുഡൻസിനും എല്ലാവർക്കും ചിക്കൻ ബോക്സ്. ഈ 2 സ്റ്റാഫിനൊഴിച്ച് ബാക്കി എല്ലാവർക്കും ചിക്കൻ ബോക്സ് വന്നു. അങ്ങനെ ഹോമിയോപ്പതിയുടെ ഒരു നല്ല റിസൾട്ട് അന്ന് കിട്ടിയതാണ്. അത് വരിവെള്ളമാണ് കൊടുത്തത്. 30 ആണ് കൊടുത്തത്. അത് 2 ഡോസ് മോർണിംഗ് ആൻഡ് ഈവനിങ്, അങ്ങനെ 6 ഡോസ് കൊടുത്തോളൂ. പക്ഷെ നല്ല റിസൾട്ട് ഈ ചിക്കൻ ബോക്സിന്റെ പ്രിവെന്റീവായിട്ട് കിട്ടിയത്. നല്ല റിസൾട്ടായിരുന്നു. എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്ത്. ദാറ്റ്സ് എ ഗുഡ് തിങ് അബൌട്ട് ഹോമിയോപ്പതി. ഓക്കെ ബിനോയ് ഡോക്ടറെ, വളരെ സന്തോഷം. അപ്പൊ ഏകദേശം ഇന്ന് എന്താണ് ഈ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ദിവസമായിട്ട് സമയം പെട്ടെന്ന് തന്നെയാണ് പോയത്. 27 ഏകദേശം നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇനി അത്യാവശ്യം ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ എന്താ ഡോക്ടർ ഇപ്പം പറഞ്ഞ വേരിയോളിനെ പറ്റി എനിക്ക് പറയാനുണ്ട്. ആ പറഞ്ഞോളൂ. ഞാൻ പൊതുവെ ചിക്കൻ ബോക്സിന് പ്രിവെന്റ് റെസ്റ്റോക്സ് ആണ് കൊടുക്കാറുള്ളത്. എന്നാൽ ഞാൻ ചോദിക്കും, വീട്ടിലെ പേഷ്യൻസ് ആരെങ്കിലും ഉണ്ടോ? വീട്ടിലെ ആളാണ് ഉണ്ടെങ്കിൽ ഞാൻ വേരിയോളിനെ ഉണ്ടെന്നാണ് കൊടുക്കുന്നത് പ്രിവെന്റ് ആയിട്ട്. ഓക്കെ, നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അത് നല്ല റിസൾട്ട് ഉണ്ട്. ഒണ്ണം ബിനോയ് ഡോക്ടർ വേരിയോളിനെ 30 അല്ലേ? ഞാൻ 30 കൊടുത്തു. 30 റിസൾട്ട് ഉണ്ട്. എന്താ പൊതു കൊടുക്കാനുള്ള പ്രിവെന്റ് റെസ്റ്റോക്സ് ആണ്, അത് 30 ആണ്. ആ വീട്ടിലുള്ളവർക്കാണെങ്കിൽ ഒണ്ണം ഞാൻ പ്രിവെന്റ് ആയിട്ട് കൊടുക്കാറുണ്ട്. വീട്ടിലുള്ളവർക്കാ എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലുള്ളവർക്കാണോ അതേ അസുഖം വന്നാളുടെ അല്ല, അസുഖമുള്ള വീട്ടിലെ ബാക്കിയുള്ളവർക്ക് പ്രിവെന്റ് ആയിട്ട്. അത് നല്ല കാര്യം. അയൽവക്കക്കാർക്കാണെങ്കിൽ റെസ്റ്റോക്സ് 30 ആണ് കൊടുക്കുന്നത്. മതിയാവും. മറ്റേത് കുറച്ചുകൂടെ സ്ട്രോങ് ആക്ഷൻ ഇരുന്നോട്ടെ എന്നുള്ള അതെ അതെ നല്ല പ്രയോജനമുണ്ട് അത്. നല്ല പ്രയോജനമുണ്ട്. അത് വരിവെള്ളം കൊടുക്കുക, അത് ഒരു 6 ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ്സ് ഇറ്റ്. അത് ഉള്ളവർക്കും അസുഖം ഉള്ളവർക്കും നല്ലതാണ്. അത് വരാതിരിക്കാനുള്ള പ്രിവെന്റീവ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോ സന്തോഷം. നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നതിന് വേണ്ടി ജയലളിത ഡോക്ടറെ ക്ഷണിക്കും. എന്തായാലും ഇന്ന് ഒരു അടിപൊളി സെഷൻ ആയിരുന്നു. ഉദ്ദേശിച്ചാലും നന്നായിട്ട് തന്നെ പോയി. ഒരുവിധം എല്ലാ ഡോക്ടേഴ്സും തന്നെ ഇതില് അവരുടേതായ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. ഇന്ന് ഇതില് വേദിയില് ഇത്ര അഭിപ്രായങ്ങള് പറഞ്ഞതും അവരവരുടെ അനുഭവങ്ങൾ പറഞ്ഞതുമായിട്ടുള്ള ഭദ്രൻ ഡോക്ടർ, അമ്പാടിയമ്മ, പിന്നെ ജോളി ഡോക്ടർ, മനോജ് ഡോക്ടർ, ബിനോയ് ഡോക്ടർ, ഷീല ഡോക്ടർ, ഷൈല ഡോക്ടർ, പിന്നെ അങ്ങനെ ഇനി ആരുടെങ്കിലും പേര് വിട്ടോ എനിക്ക് ഓർമ്മയില്ല. എന്തായാലും എല്ലാവർക്കും ഒരുപാട് IUPHന്റെ പേരിലും ഇവിടെ അറ്റൻഡ് ചെയ്തേക്കണ ഹോമിയോ ഡോക്ടേഴ്സിന്റെ പേരിലും ഹോമിയോപ്പതി സ്നേഹികളുടെ പേരിലും ഒത്തിരി നന്ദി. ഇതുപോലെ വീണ്ടും നമ്മളുടെ എല്ലാവരുടെയും കൂട്ടായ്മയുടെ ഒരു ചർച്ചകൾ വരട്ടെ. അപ്പോഴേ കൂടുതൽ എക്സ്പീരിയൻസും നമുക്ക് ആ ഒരു മനസ്സിൽ ഉള്ളിൽ തട്ടിക്കൊണ്ടുള്ള ആ ഒരു എക്സ്പീരിയൻസും കൂടി കിട്ടും. പറയണോ എനിക്ക്? ഒത്തിരി നന്ദി. യെസ് മാം. എന്താണ് ജോളി ഡോക്ടറെ, ജയലളിത ഡോക്ടർക്ക് ഒറ്റ കാര്യം. ഞാനേ കടുത്ത കൈവേദനയായിട്ടാണ് ഇതിലിരുന്നത്. പക്ഷെ എല്ലാവരുടെയും ക്ലാസ്സുകൾ സത്യം എന്റെ വേദന മാറി. എല്ലാരെയും കണ്ടു കഴിഞ്ഞപ്പോൾ അതെ റുമാറ്റിക് പെയിൻ ആണ്, കുറെ എഴുതിയത് കൊണ്ടാണ്. ഭയങ്കര റിലീഫട്ടാ സത്യം. എനിക്ക് കൈ പനക്കാം. നിങ്ങളെല്ലാം മാഡം എല്ലാരെയും കണ്ടു കഴിഞ്ഞപ്പോഴേ സത്യത്തിൽ ഞാൻ വേദന മറന്നുപോയി മാഡം. സത്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ അത്രയും വേദനയിട്ടാണ് ഫോൺ എടുത്തത്. താങ്ക്സ് കേട്ടാ. അത്രയും സന്തോഷോട്ടാ. അത് മരുന്നില്ലാത്തൊരു വണ്ടർ ക്യൂറാണ്. അതാണ് മനസ്സിന്റെ തലത്തിലാണ് എല്ലാ ക്യൂറും നടക്കുന്നത്. അതെ സാറേ, അത് സത്യമായിട്ടാ. മനസ്സിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് എല്ലാം ഉടലെടുക്കുന്നതും. അതെ, എനിക്ക് പെയിൻ കൊണ്ടേ ഞാൻ കരയണായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ ഓർമ്മ വരാൻ തുടങ്ങി. മരുന്ന് എല്ലാരെയും കണ്ട്. താങ്ക്സ് കേട്ടാ. താങ്ക് യു. എല്ലാ ദിവസവും IUPHന്റെ പ്ലാറ്റ്ഫോമിൽ കയറുക, നമ്മളെല്ലാരെയും കാണുക, സംസാരിക്കുക. അസുഖങ്ങളെല്ലാം മാറി നിൽക്കട്ടെ. എല്ലാവർക്കും സുഖനിദ്ര, ശുഭനിദ്ര. നാളെ ഇതേ സമയം കാണുമ്പോഴേക്കും ബൈ. എല്ലാവർക്കും നമസ്കാരം. നന്ദി. താങ്ക് യു.